ചെറുപ്പകാലത്തൊക്കെ ഞാൻ മറ്റൊരു പാർട്ടിയിലായിരുന്നെങ്കിൽ എവിടെ എത്തേണ്ട ആളാണെന്ന് തോന്നില്ലേ? കേരളത്തിലെ പ്രമുഖ രാഷ്ട്രീയ നേതാക്കന്മാരെല്ലാം എന്നെ വിളിച്ചിരുന്നു ആ പാർട്ടിയിലേക്ക് പോകാൻ വേണ്ടി. സിനിമയിലോ മറ്റോ അഭിനയിച്ച ഒരാളെ എന്നാൽ ഇങ്ങോട്ട് വരും, നിനക്കൊരു പൊസിഷൻ തന്നേക്കാം എന്ന് പറഞ്ഞാൽ CPM-ൻ്റെ ജോയിൻറ്റ് സെക്രട്ടറി അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഉപാധ്യക്ഷൻ എന്ന പദവി കോൺഗ്രസോ CPM-ഓ കൊടുക്കില്ല, BJP ആണ് ആ ട്രെൻഡ് ഉണ്ടാക്കുന്നത്. ഹൃദ്യമായ രീതിയിലല്ല അദ്ദേഹം ഇടപെടുന്നതെന്നാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ അതുകൊണ്ട് ആളുകൾ ഇവരിപ്പോൾ എന്ത് ചെയ്തു കഴിഞ്ഞാലും ആളുകളുടെ മനസ്സിൽ വരുന്നത് അതാണ്, ഭാരതം ഒരു ഹിന്ദു രാഷ്ട്രമാണ്, ഇപ്പോഴും അതൊരു ഹിന്ദു രാഷ്ട്രമാണ്. അനേക സംഗതികൾ ചേർന്നതാണ് ഹിന്ദുമതമെന്ന് CKP പറയുക, എന്നിട്ട് ബീഫ് കഴിക്കുന്ന ഹിന്ദുവിനെ അവിടെ കൊണ്ടുപോയി തല്ലുക. ഇസ്ലാം മതത്തിൽ വിശ്വസിക്കുന്ന ആളുകളെ ബേജാറാക്കുന്ന, അവരെ രണ്ടാം കിട പൗരന്മാരാക്കുന്ന എത്രയെത്ര സംഭവങ്ങളാണുള്ളത്. അപ്പോൾ ഹിന്ദു ഒരു മതമേ അല്ല എന്നാണ് താങ്കൾ പറയുന്നത്? ഹിന്ദു മതമല്ല. CKP-യുടെ ആളുകൾ ചീത്ത വിളിക്കുന്ന പറഞ്ഞാൽ ചെഗുവേരയെ കുറിച്ചിട്ട് ഇപ്പോഴും ആരും കൃത്യമായി പഠിച്ചിട്ടില്ല. ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല, എവിടെയാണ് മത്സരിക്കുക? ആത്മീയത ഉണ്ടെങ്കിൽ ഈ രാഷ്ട്രീയത്തിലെ ഈ മുള്ളുകൾ വരുമ്പോൾ നമുക്ക് മുള്ളുകളല്ലേ ഓക്കെ അങ്ങനെ മാറിപ്പോകാൻ സാധിക്കും. കേരളം എന്തെങ്കിലും BJP കിട്ടുന്നു CKP-ക്ക് എപ്പോഴും തോന്നുന്നു? തീർച്ചയായിട്ടും ഞങ്ങളെല്ലാം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണത്. ആഗ്രഹിക്കും, പക്ഷെ നടക്കില്ല. CKP സത്യം പറഞ്ഞാൽ എത്ര കാലത്തെ രാഷ്ട്രീയ പ്രവർത്തന പാരമ്പര്യമുണ്ട്. അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെ നിന്നിരുന്നെങ്കിൽ CKP വല്ല മന്ത്രിയോ മുഖ്യമന്ത്രിയോ ഒക്കെ ആകേണ്ട ആളാണ്. അതൊന്നും നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. ഇതിപ്പോൾ ഇതിലേക്ക് വന്നതുകൊണ്ട് ഇവിടെ MLA പോലും ആയില്ല. അല്ല, അത് ഈ നമ്മളിപ്പോൾ അത് വിഷമം ഉണ്ടാക്കില്ലേ CKP? ഇല്ല, ഞാൻ മത്സരിച്ച് മടുത്ത ഒരാളാണ്. മത്സരിക്കുക തോൽക്കുക എന്നുള്ളത് അല്ല, മത്സരിച്ച് മടുത്ത് നിൽക്കുന്ന ആളാണ്. അല്ല, ഞാൻ ചോദിക്കുന്നത് ഇപ്പോൾ നമ്മുടെ പ്രായം കൊണ്ടുണ്ടാകുന്ന ഒരു അല്ലെങ്കിൽ അനുഭവ പരിചയം കൊണ്ടുണ്ടാകുന്ന ഒരു കാര്യം കൊണ്ടൊരു പാകത വരും. പക്ഷേ ചെറുപ്പകാലത്തൊക്കെ ഞാൻ മറ്റൊരു പാർട്ടിയിലായിരുന്നെങ്കിൽ എവിടെ എത്തേണ്ട ആളാണെന്ന് തോന്നില്ലേ? അത് സാധാരണ നിലക്ക് അത് വ്യക്തികൾക്ക് തോന്നേണ്ടതാണത്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം പിന്നെ എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. തോന്നാതിരിക്കാനുള്ളൊരു കാരണം എന്ന് എനിക്ക് തോന്നുന്നത്, എനിക്ക് കുറച്ച് ഈ ആത്മീയമായ കുറച്ച് കാര്യങ്ങൾ പിന്നെ ആ ഒരു വഴിയുണ്ട് എനിക്ക്. അതുകൊണ്ട് ഇപ്പോൾ ഈ കാണുന്ന ഈ നിങ്ങൾ രാഷ്ട്രീയ പാർട്ടീൻ്റെ നേതാക്കന്മാരെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? സാധാരണ മനുഷ്യന്മാരെ പോലെയാണോ അവർ സംസാരിക്കുക? നിങ്ങൾ നോക്കിക്കോളി. ഈ അധികാരം കൈകാര്യം ചെയ്യുന്ന രാഷ്ട്രീയ നേതാക്കന്മാരാണ്. അപ്പോൾ അധികാരത്തിൻ്റെ ചുറ്റുവട്ടം ഇങ്ങനെ എപ്പോഴും ഉണ്ടാവും. ഈ ആളുകൾക്കൊക്കെ വേറെ നിങ്ങൾ എത്ര നല്ലവരായി കഴിഞ്ഞാലും നിരക്കില്ല, ഈ അധികാരത്തിൽ രാഷ്ട്രീയ നേതൃത്വത്തിലിരിക്കുന്ന ആളുകളെ കാണുമ്പോൾ ഒരു വിനയവും ഒരു ബഹുമാനവും അത് ഉള്ളിൽ ഉള്ളതെന്നല്ലാതെ കാണിക്കും. അത് അധികാരത്തോടുള്ള ഒരു ഭയം, ഒരു പവറിനോടുള്ളൊരു ഭയം അങ്ങനെയാണ്. അപ്പോൾ അത് കാണിക്കുന്നുണ്ട്. പിന്നെ രാഷ്ട്രീയ നേതാക്കന്മാരെ ഞാനത് കൗതുകപൂർവ്വം ഇപ്പോഴും നിരീക്ഷിക്കാറുണ്ട്. ഒരു വലിയ ഇങ്ങനെയൊക്കെ നടക്കുക, നിങ്ങൾ സാധാരണ മനുഷ്യന്മാർ നടക്കുമ്പോൾ നടക്കില്ല, വർത്തമാനം പറയില്ല. അല്ല, അത് ഞാൻ ചെയ്യുന്നത്. പക്ഷേ ഇതൊക്കെ ഇപ്പോഴും വിലയിരുത്തുമ്പോൾ ചെറുപ്പത്തിൽ CKP-ക്ക് തോന്നിയിട്ടുണ്ടാവില്ല? അല്ല, ചെറുപ്പത്തിൽ ഇത് വന്നല്ലോ, പിന്നീട് ഇതൊരു വികാരമായി മാറി. ഒരു യുവത്വം എന്ന് പറയുന്നത് എപ്പോഴും ഒരു വലിയ പരിവർത്തനത്തിനും വിപ്ലവത്തിനും അതിനോട് ആകർഷിക്കപ്പെടുന്ന ഒരു ഇതാണ് യുവത്വം. അത് ആ യുവത്വത്തിൻ്റെ കാലഘട്ടത്തിൽ കൂടി കടന്നു വന്ന എല്ലാവരും, ഏത് പാർട്ടിയിൽപ്പെട്ട യുവാക്കളായാലും അവർക്കെപ്പോഴും അങ്ങനെ ഒരു ഇതുണ്ടാവും. പക്ഷേ എനിക്കങ്ങനെ വല്ലാത്തൊരു ഇത് തോന്നിയിട്ടൊന്നുമില്ല. ഞാൻ തിരുവനന്തപുരം പാർലമെൻറ്റിൽ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ട് എനിക്ക് വോട്ട് കുത്തനെ കുറഞ്ഞിരുന്നു. കുത്തനെ കുറഞ്ഞു. തിരുവനന്തപുരം പോലൊരു സ്ഥലത്ത്, തിരുവനന്തപുരം ഉപതെരഞ്ഞെടുപ്പ് BJP-ക്ക് വോട്ടുള്ള തിരുവനന്തപുരം പോലൊരു സ്ഥലത്ത് PK വാസുദേവൻ നായർ അന്തരിച്ചപ്പോൾ അവിടെ ഉപതെരഞ്ഞെടുപ്പ് വന്നു. പന്ന്യൻ രവീന്ദ്രനും അവിടെ അതിലാണ് വല്ലാതെ കുറഞ്ഞത്. വല്ലാതെ കുറഞ്ഞു, വോട്ട് മറിഞ്ഞു. വല്ലാതെ കുറഞ്ഞിട്ട് അതിന് കാരണം എനിക്കറിയാം. അന്നൊരു വിഷമം തോന്നി. അന്ന് വോട്ടിങ്ങനെ കുത്തനെ കുറഞ്ഞല്ലോ. പക്ഷേ ആ സമയത്ത് കേരളത്തിലെ പ്രമുഖ രാഷ്ട്രീയ നേതാക്കന്മാരെല്ലാം എന്നെ വിളിച്ചിരുന്നു ആ പാർട്ടിയിലേക്ക് പോകാൻ വേണ്ടി. CPM-ഉം കോൺഗ്രസും എല്ലാ പാർട്ടിക്കാരും, കേരള കോൺഗ്രസിൻ്റെ വിവിധ ഗ്രൂപ്പുകൾ നേതാക്കന്മാർ. പക്ഷേ എനിക്കതിൽ താല്പര്യമുണ്ടായിരുന്നില്ല. ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടേ ഇല്ല. അതിന് ഒരു കാരണം എന്ന് പറയുന്നത്, നമ്മൾ എന്ത് കാരണങ്ങൾ പറഞ്ഞാലും നമ്മൾ വളരെ വർഷക്കാലം പ്രവർത്തിച്ച് നിൽക്കുന്ന നമ്മുടെ പ്രസ്ഥാനത്തിനകത്ത് ഒരുപാട് സഹപ്രവർത്തകരുമായിട്ടുള്ള ഒരു വലിയ സുഹൃത്ത് ബന്ധമുണ്ട്. അത് ചെറിയ ബന്ധമല്ല. അത് നമ്മളിപ്പോൾ സ്ഥാനത്ത് ഇരുന്നാലും ഇരുന്നിട്ടില്ലെങ്കിലും നമ്മൾ എവിടെയും പോകുന്ന സമയത്ത് ആ സുഹൃത്തുക്കൾ നമ്മളോട് കാണിക്കുന്ന ഒരു സ്നേഹവും ഒരു പരിഗണനയുണ്ട്, ഒരു മമതയുണ്ട്. അതൊന്നും വിട്ടുകൊണ്ട് നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ഒരു അധികാര സ്ഥാനത്തിന് വേണ്ടി പോകാൻ സാധ്യമല്ല. അത് എനിക്ക് സാധ്യതയല്ല. അത് CKP പാർട്ടിക്കകത്ത് നിന്ന് ഇപ്പോൾ മുതിർന്ന നേതാവാണ്. പക്ഷേ പാർട്ടിക്കകത്ത് ഇപ്പോൾ വലിയ കേന്ദ്രത്തിലൊക്കെ അധികാരമുള്ള വലിയ പാർട്ടിയാണ്. കേരളത്തിലടക്കം നിവർന്നു നിൽക്കാവുന്ന ആളുകളായിട്ട് മാറിയിട്ടുണ്ട് എല്ലാവരും. പക്ഷേ ആ ബഹുമാനം ഇത്രയും കാലം ഇത്രക്ക് ശക്തിയൊന്നും ഇല്ലാതിരുന്നൊരു കാലത്ത് മറ്റ് സാഹചര്യങ്ങൾ ഉണ്ടായിട്ട് പോലും അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകാതെ ഉറച്ചു നിന്നൊരു നേതാവ് എന്ന തരത്തിലുള്ള സ്നേഹം പാർട്ടിക്കകത്ത് നിന്ന് CKP കിട്ടിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും പ്രവർത്തകന്മാരുടെ ഇടയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. സാധാരണ പ്രവർത്തകന്മാർക്ക് അതെല്ലാം അറിയാം. പിന്നെ ഇപ്പോഴത്തെ ഒരു പുതിയ പ്രവണത എന്താണ് എന്ന് പറഞ്ഞാൽ,
അതിൻ്റെ ഒരു പ്രശ്നങ്ങളുണ്ടാവും എപ്പോഴും. അതായത് പുതിയ ആളുകൾ പാർട്ടിയിൽ വരുന്നു, സ്വാഗതം. അങ്ങനെ വരുന്ന ആളുകൾ വളരെ ഉയർന്ന സ്ഥാനങ്ങളിലേക്ക് അവർ അവരോധിക്കപ്പെടുന്നു. അങ്ങനെ വരുമ്പോൾ ഈ കഴിഞ്ഞ വർഷങ്ങൾ മുഴുവനും ഒന്നുമല്ലാതിരുന്ന കാലത്ത് ഈ പാർട്ടിക്ക് വേണ്ടി മുണ്ടുമുറുക്കി കൊടുത്ത് വേർപ്പൊഴുക്കി പണിയെടുത്തിട്ടുള്ള സാധാരണ ആളുകളുണ്ട്. അവരോട് കാണിക്കുന്ന ഒരു അനീതിയാണത്. അപ്പോൾ അതിൻ്റെ ഒരു അമർഷവും ഒരു പ്രതിഷേധവും ഒരു ദുഃഖവും ഒരു രോഷവുമെല്ലാം ഈ സാധാരണ പ്രവർത്തകന്മാരുടെ മനസ്സിനകത്ത് നിറഞ്ഞു നിൽക്കുന്നുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. CKP ഇത് പറയുമ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വരിക ഇപ്പോൾ അബ്ദുള്ളക്കുട്ടി ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ മൂപ്പര് സ്റ്റുഡൻറ്റ് ലീഡറാണ്. അന്ന് SFIയും പിന്നീട് CPM ആണ്. അത് കഴിഞ്ഞ് കോൺഗ്രസ്സിലേക്ക് മാറി. അത് കഴിഞ്ഞ് BJPയുടെ ദേശീയ ഉപാധ്യക്ഷനാണ്. ആണല്ലോ ഉപാധ്യക്ഷൻ. അതെ. CKP ചെറിയ പ്രായം തൊട്ട് മറ്റൊരുപാട് സാഹചര്യങ്ങളുണ്ടായിട്ട് അധികാരത്തിലേക്ക് പോകാൻ മറ്റൊരുപാട് വഴികളുണ്ടായിട്ട് അത് ചെയ്യാതെ ഈ സംഘത്തിനൊപ്പം തന്നെ നിന്നതാണ്, ഈ രാഷ്ട്രീയത്തിനൊപ്പം തന്നെ നിന്നതാണ്. അതിനകത്തൊരു അനീതിയില്ലേ ശരിക്കും? ഇല്ല, ഇതെന്താണെന്ന് പറയുക, ഈ നമ്മുടെ രാഷ്ട്രീയത്തിൻ്റെ ഒരു ഇത് സംഗതി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് നോക്കുന്ന നേതാക്കൾ എനിക്ക് തോന്നിയ കാര്യം CKPക്ക് അബ്ദുള്ളക്കുട്ടിയെ കാണുമ്പോൾ തോന്നില്ലേ? ഇല്ല, അബ്ദുള്ളക്കുട്ടിയെ കാണുമ്പോൾ എനിക്ക് നന്നായിട്ട് തോന്നുന്നു അബ്ദുള്ളക്കുട്ടി നല്ലൊരു സമർത്ഥനാണ്. ആ സാമർത്ഥ്യത്തെ നമ്മളെപ്പോഴും ബഹുമാനിക്കണ്ടേ? അത് വേണം. നല്ലൊരു സമർത്ഥനാണ്. ഇല്ലെങ്കിൽ ഇങ്ങനെ എത്താൻ പറ്റുമോ? അത് 10 വർഷം CPMൻ്റെ MP ആയി അവിടെ സുഖമായിട്ട് അവിടുത്തെ. അപ്പം ഞങ്ങൾ ഈ രാമജന്മഭൂമിക്കും മറ്റൊക്കെ വേണ്ടി തെരുവിലിരുന്ന് യുദ്ധം ചെയ്യുന്ന സമയത്തൊക്കെ തന്നെ അബ്ദുള്ളക്കുട്ടി CPMൻ്റെ MP ആയിട്ട് ഞങ്ങൾക്കെതിരെ നിൽക്കുകയാണ്. MP ആണ്, അധികാര പദവിയിലാണ്. അതിൻ്റെ സൗകര്യങ്ങളൊക്കെ അനുഭവിക്കുകയാണ്. കുഴപ്പമൊന്നുമില്ല, നല്ലതല്ലേ അത്. അത് കഴിഞ്ഞ് കോൺഗ്രസ്സിലേക്ക് മാറി. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ചുകൂടി മെച്ചപ്പെട്ട ഇതാണ് കോൺഗ്രസ് എന്ന് മനസ്സിലായി കഴിയുമ്പോൾ തീർച്ചയായിട്ടും അത് അദ്ദേഹം അത് സമർത്ഥനാണ്. ആ സാമർത്ഥ്യം എനിക്കില്ലെന്ന് വിചാരിച്ചിട്ട് ഇപ്പം ഞാനത് ദുഃഖിച്ചിട്ട് കാര്യമുണ്ടോ? അല്ല, എനിക്കല്ല, എന്നെപ്പോലെയുള്ള ആയിരക്കണക്കിന് വരുന്ന സാധാരണ പാർട്ടി പ്രവർത്തകന്മാരുണ്ട്. അവരെന്നും ഈ കാലഘട്ടം എന്നും ഈ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ആളാണ്. എന്നും എല്ലാ കാലത്തും അധ്വാനിക്കുക, വെള്ളം കോരുക, വിറക് കൂട്ടുക എന്ന് പറയുന്നില്ലേ, അങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ട്. അത് ഒരു യാഥാർത്ഥ്യമാണത്. CKP അപ്പോൾ അവർ ഓർക്കും അല്ലേ? അതായത് തീർച്ചയായും ഞാനിപ്പോൾ ഈ പദവിയിലെങ്കിലും ഉണ്ട്. കറക്റ്റ്. അവിടെയാണ് അതിൻ്റെ സത്യം. നമ്മൾ ഈ പദവിയിലെങ്കിലും ഉണ്ട്. നമുക്കൊരു പുതിയ പദവി കിട്ടിയാൽ തരക്കേടില്ല എന്ന് ആഗ്രഹിക്കണമെന്നുണ്ടെങ്കിൽ ഈ പദവിയിൽ പോലും എത്താതെ നിൽക്കുന്ന ആയിരക്കണക്കിന് സാധാരണ ആളുകൾ എന്ന് പറഞ്ഞാൽ അവർ മുദ്രാവാക്യം വിളിച്ച് തളർന്നു പോയ ആളുകളാണ്, സമരം നടത്തി തളർന്നു പോയ ആളുകളാണ്, നേതാക്കന്മാർക്ക് ഹാരാർപ്പണം നടത്തി ക്ഷണിച്ചു പോയ ആളുകളാണ്. ഒരിടത്തും ഇല്ല. അവർ സ്റ്റേജിലില്ല, അവർ ഫ്ലക്സിലില്ല, അവർക്ക് ഹാരാർപ്പണമില്ല, അവരുടെ പേരൊന്നും പത്രത്തിൽ വരുന്നില്ല. അവർ പണിയെടുക്കും. ചിലപ്പോൾ കുടുംബത്തിൻ്റെ വേദന പോലും നോക്കാതെ അവർ പണിയെടുക്കുന്നുണ്ട്. ആ പണിയെടുക്കുന്ന ആളുകളെ ഓർമ്മിക്കുമ്പോൾ ഇത്രയൊക്കെ നമുക്ക് കിട്ടിയല്ലോ, ഇതിനേക്കാൾ ഇനി കിട്ടാനൊന്നുമില്ല, ഇനി കിട്ടിയിട്ടും കാര്യമില്ല. ഇതിലിപ്പോൾ പവർ ഉള്ളൊരു പാർട്ടിയാണല്ലോ BJP. ഇപ്പോൾ പക്ഷേ സംസ്ഥാന ഉപാധ്യക്ഷ പദവിയിലേക്ക് സിനിമാ നടൻ ദേവൻ വരികയാണ്. ഞാൻ 10-22 വർഷമായിട്ട് ജേർണലിസം ചെയ്യുന്ന ആളാണ്. ദേവൻ പല പാർട്ടി ഉണ്ടാക്കിയതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ BJPയുടെ ആദ്യം നമുക്ക് ചിരിയാണ് വരിക. പിന്നീട് അതുപോലുള്ള പല ആളുകളും സംസ്ഥാന ഉപാധ്യക്ഷ പദവി പോലുള്ള വലിയ പദവികളിലേക്ക് വരിക. മേജർ രവി വന്നെന്നാണ് എനിക്ക് തോന്നുന്നത്. CKP പോലുള്ളൊരു നേതാവിന് എന്താ തോന്നുന്നത് കാണുമ്പോൾ? അല്ല, അതിപ്പോൾ ഈ പുതിയ ട്രെൻഡ് എങ്ങനെയാണ് എന്ന് കണ്ടെത്തിയിട്ട് അതിനെ മനസ്സിലാക്കുക, അത്രയേ ഉള്ളൂ. പുതിയ ട്രെൻഡാണത്. അതിനെ നമ്മൾ ആ രീതി കാണാം. നമ്മൾ പഴയ ഒരു സംഘടന, ഒരു പ്രവർത്തനത്തിൻ്റെ ഒരു സമ്പ്രദായമല്ല. പുതിയ ഇതിന് പിന്നെ കാഴ്ചപ്പാടിലൊക്കെ മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഈ അതായത് ഈ BJP രൂപം കൊണ്ട ആദ്യ കാലഘട്ടത്തിൽ 5 കടമകൾ എന്ന് പറഞ്ഞ ഒരു 5 കമ്മിറ്റ്മെൻറ്റ്സ് എന്നാണ് അതിൻ്റെ പേര്. അതായത് ദേശീയത്വം, ജനാധിപത്യം, ഗാന്ധിയൻ സോഷ്യലിസം, ഭാവാത്മക മതേതരത്വം, മൂല്യാധിഷ്ഠിത രാഷ്ട്രീയം. ഗാന്ധിയൻ സോഷ്യലിസം ഉണ്ട് അതിനകത്ത്? ഉണ്ട്, ഗാന്ധിയൻ സോഷ്യലിസം, മൂല്യാധി. അത് BJP വന്നതിന് ശേഷം ഒരുപാട് ചർച്ചകൾ പല തലങ്ങളിലും നടത്തി അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിദഗ്ധന്മാരെല്ലാം കൂടി ചേർന്നിട്ട് രൂപം കൊടുത്തതാണ് 5 കമ്മിറ്റ്മെൻറ്റ്സ്, 5 കടമകൾ. അതിൽ ഈ പറഞ്ഞതൊക്കെ ഉണ്ട്. അതിൽ മൂല്യാധിഷ്ഠിത രാഷ്ട്രീയം എന്നുണ്ട്, മൂല്യത്തിൽ അധിഷ്ഠിതമായ രാഷ്ട്രീയം. ആ മൂല്യാധിഷ്ഠിത രാഷ്ട്രീയം എന്നുള്ളതിന് പകരം ഇപ്പോൾ അധികാരത്തിൽ അധിഷ്ഠിതമായ രാഷ്ട്രീയം എന്ന നിലയിലേക്കുള്ള ഒരു മാറ്റം വന്നിട്ടുണ്ട്. അല്ല, ഈ മാറ്റം കൊണ്ടുവന്നത് BJP ആണ്. ഈ ട്രെൻഡ് കൊണ്ടുവന്നത് BJP ആണെന്നല്ലേ നമുക്ക് തോന്നുന്നത്. കാരണം മറ്റൊരു പാർട്ടി അങ്ങനെ ചെയ്യുന്നില്ല. ഏതെങ്കിലും ഒരു എന്ന് വെച്ചാൽ ഞാൻ അവരെ ചെറുതാക്കാൻ വേണ്ടി പറയുന്നില്ല, സിനിമയിലോ മറ്റോ അഭിനയിച്ച ഒരാളെ എന്നാൽ ഇങ്ങോട്ട് വരും, നിനക്കൊരു പൊസിഷൻ തന്നേക്കാം എന്ന് പറഞ്ഞാൽ CPMൻ്റെ ജോയിൻറ്റ് സെക്രട്ടറി അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഉപാധ്യക്ഷൻ എന്ന പദവി കോൺഗ്രസോ CPMോ കൊടുക്കില്ല. BJP ആണ് ആ ട്രെൻഡ് ഉണ്ടാക്കുന്നത് അല്ലേ? അതെ. BJPയുടെ ഒരു കാഴ്ചപ്പാട് അങ്ങനെയാണ്. BJPൻ്റെ ഒരു പ്രവർത്തന രീതി അങ്ങനെയായി. അതാണ് അതിൻ്റെ കാര്യം.
അധികാരമാണ് പ്രധാനപ്പെട്ടത് എന്ന ഒരു നിലയിലേക്ക് അധികാരാധിഷ്ഠിത രാഷ്ട്രീയം, മൂല്യാധിഷ്ഠിത രാഷ്ട്രീയം എന്നതിന് പകരം അധികാരാധിഷ്ഠിതമായ രാഷ്ട്രീയം എന്ന നിലയിലേക്ക് വരുമ്പോഴുണ്ടാകുന്ന ഒരു പ്രവണതയാണത്. അത്രയേ അതിനെ കണക്കാക്കേണ്ടതുള്ളൂ. ഈ നടൻ ദേവൻ മറ്റൊരു പാർട്ടിയിൽ നിന്നാണ് വന്നത്. മേജർ രവി ഒരു തവണ BJP ആയിരുന്നു ആദ്യം, പിന്നീട് കോൺഗ്രസിലേക്ക് പോയി വീണ്ടും വന്നു. ഇതൊക്കെ ഗുണം ചെയ്യുമോ BJPക്ക് കേരളത്തിൽ? അത് ചെയ്യുമെന്നാണല്ലോ നമ്മുടെ നേതാക്കന്മാർ വിശ്വസിച്ചിരിക്കുന്നത്. താങ്കൾ വിചാരിക്കുന്നുണ്ടോ അങ്ങനെ? അല്ല, നമ്മളിപ്പം ഈ വിശ്വാസം പല രീതിയിലല്ലേ വരുന്നത്. എൻ്റെ വിശ്വാസത്തിനോട് പ്രസക്തിയില്ല, എൻ്റെ വ്യക്തിപരമായ വിശ്വാസത്തിനോട് പ്രസക്തിയേ ഇല്ല. എന്താണ് CKP മീറ്റിങ്ങിലൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ ഇതിനകത്ത് ചർച്ചകൾ? അതൊക്കെ ഉണ്ട്. അപ്പോൾ അതിനകത്ത് അഭിപ്രായം പറയില്ലേ? അല്ല, അഭിപ്രായങ്ങൾ പലതും ഉണ്ടാവും. ഇപ്പം ഈ അകത്ത് പറയുന്ന അഭിപ്രായങ്ങളെല്ലാം നമുക്കിപ്പം പുറത്ത് പറയാൻ പറ്റില്ലല്ലോ. പക്ഷേ ഇപ്പോൾ സുരേഷ് ഗോപി പക്ഷേ ഒരു പ്രധാനപ്പെട്ട കേരളത്തിൽ 3 സൂപ്പർ താരങ്ങളിൽ ഒരാളാണ്. അദ്ദേഹം വലിയ ഇളക്കാണ് ഉണ്ടാക്കുന്നത്. അത് തൃശ്ശൂരിൽ വിജയത്തിലേക്ക് തന്നെ എത്തും എന്ന തോന്നൽ BJPക്ക് ഉള്ളതായിട്ടാണ് നമുക്ക് തോന്നുക. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2 തവണ തൃശ്ശൂരിൽ തന്നെ വന്നു. ഒന്ന് അദ്ദേഹത്തിൻ്റെ മകളുടെ കല്യാണത്തിന് വേണ്ടിയിട്ടാണ്. എന്നാലും അപ്പോൾ അത് അങ്ങനെ പ്രതീക്ഷിക്കുന്നുണ്ട് CKP അത് വലിയ വിജയം ഉണ്ടാകും. അങ്ങനെ ഒരു പ്രതീക്ഷ പൊതുവേ ഉണ്ട്. പക്ഷേ ഈ പലപ്പോഴും നമ്മുടെ കേരളത്തിൽ കണ്ട ഒരു കാര്യം, ഈ ആൾക്കൂട്ടത്തെ വോട്ടാക്കി മാറ്റാൻ പലപ്പോഴും കഴിയാറില്ല. ഇപ്പോൾ റോഡ് ഷോ നടത്തുന്ന കാര്യത്തിൽ ഇപ്പോഴല്ല, പഴയ കാലം മുതൽ ഞങ്ങളെ കവച്ച് വെക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. റോഡ് ഷോ അതൊരു പ്രത്യേക ഒരു സംഭവമാണ്. പക്ഷേ റോഡ് ഷോ കഴിഞ്ഞിട്ട് ഇലക്ഷൻ വന്ന്, തിരഞ്ഞെടുപ്പ് വന്ന്, വോട്ട് എണ്ണുന്ന സമയത്ത് ആ റോഡ് ഷോയിൽ കണ്ട ഒരു ശക്തി വോട്ടിൽ പ്രതിഫലിക്കില്ല. മോദി വലിയ റോഡ് ഷോ നടത്തി. അതല്ല ഞാൻ പറയാം അങ്ങനെയാണ്. അപ്പോൾ ആൾക്കൂട്ടമുണ്ട്, സംഗതി ഇതൊക്കെയാണ്. താരാരാധനയുണ്ട്, വീരാരാധനയുണ്ട്, പിന്നെ അത് ആ വഴിയിലുണ്ട്. പക്ഷെ സാധാരണ ഒരു മനുഷ്യൻ ഉണ്ടല്ലോ, സാധാരണക്കാരായ ആളുകൾ, പണിയെടുക്കുന്ന ആളുകൾ, കുടുംബം പോരുന്ന ആളുകൾ, കഷ്ടപ്പെടുന്ന ആളുകൾ, ദാരിദ്ര്യം അനുഭവിക്കുന്ന ആളുകൾ, കുടുംബ പ്രശ്നമുള്ള ആളുകൾ, കുട്ടികളുടെ ദാരിദ്ര്യം, കുട്ടികളുടെ വിദ്യാഭ്യാസം, അവരുടെ വൈദ്യം, ഇങ്ങനെ ഒരുപാട് നിത്യജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ദുരിതമനുഭവിക്കുന്ന സാധാരണ മനുഷ്യരുടെ ഒരു വികാരം എപ്പോഴും നമ്മുടെ നാട്ടിലുണ്ടാകും. ആ വികാരത്തെ നമ്മൾ കാണാതെ ഇങ്ങനെ ഉപരിതലത്തിൽ കൂടി കാറ്റടിച്ച് പോയാൽ അത് തിരഞ്ഞെടുപ്പിൽ അത് പ്രതിഫലിക്കണമെന്നില്ല. അതാണ്. അതായത് ഈ ആൾക്കൂട്ടം വരുന്നതെല്ലാം വോട്ടായി മാറണമെന്നില്ല. അതിന് വേണ്ടുന്ന പ്രവർത്തനം നടത്തുന്നുണ്ട്, ആ പ്രവർത്തനം നടക്കുന്നുണ്ട്. ആ അർത്ഥത്തിൽ കേരളത്തിലെ ആളുകൾ വളരെ പൊളിറ്റിക്കലായിട്ടാണ് വോട്ട് ചെയ്യുന്നത് എന്നൊരു തോന്നൽ എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് ആളുകൾ ചിലപ്പം എല്ലാ പരിപാടിക്കൊക്കെ വരുന്നുണ്ടാവും, പക്ഷേ വോട്ട് ചെയ്യുമ്പോൾ അവർക്ക് മറ്റൊരു അവരുടേതായിട്ടുള്ള ആലോചന, ഒരു തീരുമാനം ഉണ്ടാവും. ജനങ്ങളുടെ ഒരു എന്താ പറയുക, ഒരു ആറാം ഇന്ദ്രിയം എന്ന് പറയുന്ന ഒരു സംഗതി വർക്ക് ചെയ്യും അവിടെ സാധാരണ നിലയിൽ. ഇവിടെ CKP ഞാൻ എൻ്റെ നാട് ഇവിടെ തലശ്ശേരിയാണ്. തലശ്ശേരിക്കടുത്ത് പാനൂർ മൊകേരി. നമ്മൾ 90കളിൽ ഞാൻ കോളേജ് പഠിക്കുന്ന കാലത്ത് വലിയ സംഘർഷം, ആളുകൾ പരസ്പരം വെട്ടിക്കൊല്ലുന്ന സമയമായിരുന്നു. RSSകാരും CPMകാരും അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലുന്ന 7 ദിവസം 8 പേരൊക്കെ കൊല്ലപ്പെട്ട സമയമുണ്ട്. CKPക്ക് എന്നെക്കാൾ നന്നായിട്ട് ഓർമ്മയുണ്ട്. പക്ഷേ അക്കാലത്ത് ഈ ചില എല്ലാ പാർട്ടികളും സർവകക്ഷി യോഗം നടക്കുമ്പോൾ നിങ്ങൾ പിണറായി വിജയനാണെങ്കിൽ പിണറായി വിജയനും നിങ്ങളൊക്കെ ഒന്നിച്ചിറങ്ങി വരുന്നത്, സംസാരിച്ചുകൊണ്ട് ഇറങ്ങി വരുന്നത് കാണാം. ഈ വലിയ രൂക്ഷമായിട്ട് ആശയപരമായിട്ടും മറ്റുമൊക്കെ തർക്കം നടക്കുന്ന കാലത്തും നിങ്ങൾ നേതാക്കൾ തമ്മിലൊരു സൗഹൃദമുണ്ട്. CPMനോട് മാത്രമല്ല ഞാൻ പറഞ്ഞത്, ഇവിടെയുള്ള CKPക്ക് പ്രത്യേകിച്ചും കോൺഗ്രസിനോടും മറ്റിതര പാർട്ടികളുടെ നേതാക്കളോടൊക്കെ ഒരു വ്യക്തിപരമായിട്ടുള്ള ബന്ധമുണ്ടല്ലേ? തീർച്ചയായിട്ടും ഉണ്ട്, വ്യക്തിപരമായ ബന്ധമുണ്ട്. അത് വേറൊരു കാര്യമുള്ളത്, ഈ സംഘർഷം നടക്കുമ്പോഴേ പിന്നെ ഈ ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്നു, കാണുന്നു എന്ന് അത് ആ ഒരു സന്ദേശം സമൂഹത്തിലേക്ക് പോയാൽ അത് നല്ല ഫലമുണ്ടാക്കും. നമ്മൾ വെറുതെ ഇവിടെ വിട്ടുകുത്തും പോലെയല്ല. അവർ സംസാരിക്കുന്നുണ്ട്, അവർ ചർച്ച ചെയ്യുന്നുണ്ട്, അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ട് അവർ പരസ്പരം സംസാരിക്കുകയും കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ള ഒരു സന്ദേശം സമൂഹത്തിലേക്ക് പോയാൽ അത് ഈ സംഘർഷത്തിന് പിന്നെ അത് കുറക്കാൻ സഹായിക്കുന്നു. അതാണ് ആ കാലത്ത്. പക്ഷേ വലിയ രൂക്ഷമായിട്ടുള്ള സംഘർഷങ്ങൾ നടക്കുന്ന കാലത്ത് എങ്ങനെയാണ് CKPക്ക് അതിന് മറികടന്നത്? എനിക്ക് ഓർമ്മയുണ്ട് ഇവിടെ കൊലപാതക പരമ്പരകൾ നടന്ന സമയത്ത്. അല്ല, അത് പിന്നെ അത് ഇവിടെ നമ്മൾ ഒരുപാട് തെറ്റായ ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ട് നമ്മുടെ ഇതിൽ. തെറ്റിദ്ധാരണജനകമായിട്ടുള്ള ഒരുപാട് പ്രചരണങ്ങളും പ്രചാരവേലകളും ഒക്കെ നടന്നിട്ടുണ്ട്. അതിൻ്റെ ഫലമായിട്ട് ഈ നമ്മുടെ അനുയായികൾ എന്ന് പറയുന്നത് പലപ്പോഴും പിന്നെ ഈ ഒരു വികാരത്തിന് അടിമപ്പെട്ട് കാര്യങ്ങൾ ചെയ്യുന്ന അനുയായികൾ എല്ലാ പാർട്ടിയിലുമുണ്ട്. പലപ്പോഴും അത് ചെറിയൊരു സംഭവത്തിൽ നിന്നായിരിക്കും തുടങ്ങുന്നത്. ഞങ്ങളിവിടെ ഒരു പരിശ്രമം കണ്ണൂരിൽ നടത്തിയിരുന്നു. അത് അന്ന് പിന്നെ നമ്മുടെ EP ജയരാജൻ ഉണ്ടായിരുന്നു. ഇവിടെ നമ്മൾ ഗംഗാധരേട്ടൻ എന്ന് പറഞ്ഞിട്ട് ഒരു ടെക്സ്റ്റൈൽ ഓണർ ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നമുക്കിതിങ്ങനെ ഒരു ചെറിയ പ്രശ്നം അവിടെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഉടനെ അതിനെ തിരിച്ചടി, അത് കുറച്ചുകൂടി വലുതായി വേറൊരു തിരിച്ചടി, അത് അവസാനം കൊലപാതകത്തിലെത്തുന്ന ഒരു സ്ഥിതി ഇവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ വന്നപ്പോഴേ അദ്ദേഹം പറഞ്ഞു, നമുക്കൊന്ന് ഇരുന്ന് നമുക്ക് ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും ഇരിക്കാം. അങ്ങനെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഞങ്ങൾ
പിന്നെ നമ്മുടെ സംഘത്തിൻ്റെ RSSൻ്റെ ഇവിടുത്തെ പ്രചാരകൻ അന്ന് OK വാസു മാഷൊക്കെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. OK വാസു മാഷ്, CPMൻ്റെ നേതാക്കന്മാർ, CPMൻ്റെ പ്രാദേശികമായ പാനൂർ ഏരിയയിലുള്ള ചില നേതാക്കന്മാരടക്കം, അങ്ങനെ ഞങ്ങൾ EP ജയരാജൻ്റെ വീട്ടിൽ ഒരുമിച്ചിരുന്ന് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായാൽ അതിന് അവിടുന്ന് ഉടനെ തിരിച്ചടിക്കുക എന്നൊക്കെയുള്ള ഇതിന് പകരം അത് മേലെ ഘടകത്തിൽ അറിയിച്ചിട്ട് അതിൻ്റെ കാര്യകാരണങ്ങൾ കണ്ടെത്തി നമുക്കത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തണമെന്ന് തീരുമാനിച്ച്, ആ തീരുമാനം കുറച്ച് താഴെ തലങ്ങളിൽ വരെ എത്തിയിട്ട് കുറേ കാലം കുറച്ച് ശാന്തത ഉണ്ടായിരുന്നു. പക്ഷേ ഏതോ ഒരു മുഹൂർത്തത്തിൽ, നിർഭാഗ്യകരമായ ഒരു മുഹൂർത്തത്തിൽ അത് പൊളിഞ്ഞു. അത് പിന്നെ തുടർന്ന് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. അത്തരം ചില അറ്റംപ്റ്റ്സ് നടന്നിട്ടുണ്ട് ഇവിടെ. അക്കാലങ്ങളിലൊക്കെ ഇരു പാർട്ടികളും എന്ന് വെച്ചാൽ എല്ലാ പാർട്ടികളും, സംഘർഷത്തിലുള്ള പാർട്ടികളെല്ലാം അതിനോട് സഹകരിക്കുന്നുണ്ടായിരുന്നു. തീർച്ചയായിട്ടും. ഞങ്ങൾ ഇവിടുന്ന്, ഞാൻ ധർമ്മടത്ത് സംഘത്തിൻ്റെ ഒരു പരിപാടി നടന്നപ്പോൾ ഞങ്ങൾ ഈ ഗംഗാധരേട്ടനും ഞങ്ങളും എല്ലാം കൂടി ചേർന്നിട്ട് നമ്മുടെ തേങ്കടജി എന്നവിടെ സംഘ ക്യാമ്പിലുണ്ടായിരുന്നു. തേങ്കടജിയെ പോയിട്ടുണ്ട്, ഗത്തോബാൻ തേങ്കട, അവരൊക്കെ അന്ന് ഇതിന് പിന്നെ അതുപോലെ സംഘത്തിൻ്റെ സൈതോട്ടൻ അവരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെയും സംഘത്തിൻ്റെതായിട്ടുള്ള ഇവിടുത്തെ ആളുകളെല്ലാം അതിന് പിന്നെ സമാധാനം വേണം, ഈ ഒരു സൗഹൃദ ചർച്ച നമുക്ക് തുടർന്ന് പോകണം എന്നുള്ള അഭിപ്രായം ഉണ്ടായിരുന്നു. അത് കുറേ മുന്നോട്ട് പോയിരുന്നു. ഇടയ്ക്ക് വെച്ച് എവിടെയോ വെച്ചത് താളം തെറ്റി എന്നുള്ളതാണ്. മറ്റൊരു വിഷയത്തിലേക്ക് പോയാൽ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയനെതിരായിട്ടുള്ള സ്ഥാനാർത്ഥിയായിരുന്നു താങ്കൾ. പരാജയപ്പെട്ടു. പക്ഷേ പരാജയപ്പെട്ട അന്ന് താങ്കൾ സംസാരിച്ചത് പിണറായി വിജയന് വ്യക്തിപരമായിട്ട് ഒരു ഓറയുണ്ട്, അതിന് കിട്ടിയിട്ടുള്ള വോട്ട് കൂടിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം എന്നാണ്. ആ നിലക്കാണ് എൻ്റെ ഓർമ്മയിലുണ്ട്. പിണറായി വിജയനെ വളരെ മുൻപ് കാലം മുതൽ തന്നെ നേർക്കുനേർ അറിയാമായിരിക്കുമല്ലോ. എങ്ങനെ അദ്ദേഹത്തെ നേതാവ് എന്ന നിലയിൽ? വളരെ കാലം മുമ്പ് മുതൽ എനിക്ക് നേർക്കുനേരെ അങ്ങനെ അറിയുമായിരുന്നില്ല. പക്ഷേ പിന്നീട് അദ്ദേഹം CPMൻ്റെ ഇവിടുത്തെ ജില്ലാ സെക്രട്ടറി ആയിരുന്നല്ലോ, കണ്ണൂർ ജില്ലാ സെക്രട്ടറി. അന്നും ഈ രാഷ്ട്രീയ സംഘർഷം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അന്ന് ഞാൻ ഓർക്കുന്ന ഒരു ലീഡറായിരുന്നു മുഖ്യമന്ത്രി. അപ്പോൾ കലക്ടറുടെ ചേംബറിൽ ഇതുപോലെ വലിയ ഇതല്ല, കലക്ടറുടെ ഓഫീസില്ലേ, ആ ഓഫീസിനകത്ത് ഇങ്ങനെ പിന്നെ എല്ലാവരെയും ഞങ്ങളുടെ എല്ലാം വിളിച്ചിരുന്നു. അപ്പോൾ പിണറായി ഉണ്ടായിരുന്നു, പിന്നെ എനിക്കൊന്ന് കോടിയേരി ഉണ്ടാവുമായിരിക്കും, ഞങ്ങളുടെ സംഘത്തിൻ്റെ ആളുണ്ടായിരുന്നു, ഞങ്ങൾ BJPൻ്റെ ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇരുന്നിട്ട് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ പിണറായിനെ അങ്ങനെ അറിയാം. അല്ലാതെ കൂടുതൽ ഇങ്ങനെ ഇപ്പോൾ ഈ കോടിയേരിയുമൊക്കെ ആയിട്ടുള്ള ബന്ധം പോലെ ഒരു ബന്ധം എനിക്ക് പിണറായി ആയിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിന് പിന്നെ അറിയാം എന്നെ എന്താണെന്ന് അറിയാം. ഒരിക്കൽ ഈ നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ CKP പത്മനാഭനെ വിളിക്കാൻ വേണ്ടിയിട്ട് അബദ്ധത്തിന് എന്നെ വിളിച്ചു പോയി. CKP എന്നായിരിക്കും രണ്ട് സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ വിളിച്ച് പറഞ്ഞു CKP അല്ലേന്ന് ചോദിച്ചു എന്നോട്. ഞാൻ പറഞ്ഞു അതെ, ഞാൻ പിണറായി വിജയനാണ്. ഞാൻ പറഞ്ഞു എന്താ, അല്ല ഒന്ന് കാണണം എന്നുണ്ട്. ഞാൻ പറഞ്ഞു ഞാനൊന്ന് അങ്ങോട്ട് പറയാമെന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഉടനെ വീണ്ടും വന്നു, അയ്യോ തെറ്റായി പോയി കേട്ടോ, ഞാൻ CKP പത്മനാഭനെ വിളിച്ചതാണ്. ഈ പേരെപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂഷനാണ്, ഞങ്ങൾക്ക് എല്ലാവർക്കും കൺഫ്യൂഷനാണ്. ഒന്ന് CKP എന്നാ വിളിക്കുക, അദ്ദേഹത്തിന് CKP പത്മനാഭനാണ് ഇനീഷ്യൽ. അത് പല യോഗത്തിലും അങ്ങനെ CKP പത്മനാഭൻ എന്നൊക്കെ എന്നോട് പറയാറുണ്ട്. എന്നിട്ട് ആടുന്ന് തന്നെ തിരുത്താറുണ്ട്, കാരണം തെറ്റിദ്ധരിക്കുമല്ലോ ആളുകൾ. അങ്ങനെയല്ലേ? അന്ന് പിന്നെ പ്രധാനപ്പെട്ട നേതാവാണ് CKP. അതെ. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള ഇതാണ് പിണറായി ഒരു നേതാവ് നിലയിൽ വിലയിരുത്തുക. അല്ല, പിണറായി പിന്നെ എന്താണെന്നറിയില്ല, ഈ എപ്പോഴും ഈ പൊതുസമൂഹത്തിൽ ഇടപെടുന്ന സമയത്ത്, പെരുമാറുന്ന സമയത്ത് കുറച്ചുകൂടി ഒരു ഹൃദ്യമായ രീതിയിൽ ഇടപെടണം. അത് ആ ഹൃദ്യമായ രീതിയിലല്ല അദ്ദേഹം ഇടപെടുന്നതെന്നാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ അതുകൊണ്ട് ആളുകൾ ഇവരിപ്പോൾ എന്ത് ചെയ്തു കഴിഞ്ഞാലും ആളുകളുടെ മനസ്സിൽ വരുന്നത് അതാണ്. പക്ഷേ താങ്കൾ ആ ഇലക്ഷൻ കഴിഞ്ഞ ശേഷം അദ്ദേഹത്തെ വളരെ അത് തിരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ ചില കാര്യങ്ങൾ നടപ്പാക്കിയത്. ഇപ്പോൾ ഗെയിൽ പദ്ധതി പോലെയുള്ള പദ്ധതി വന്നു കഴിഞ്ഞ സമയത്ത് അദ്ദേഹം വളരെ ശക്തമായൊരു നിലപാട് സ്വീകരിച്ചു. അതുകൊണ്ടാണ് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി കഴിഞ്ഞത്. അവിടെ പതറിയിട്ടില്ല. പിന്നെ അത്തരം ചില കാര്യങ്ങൾ അത് നടന്ന കാര്യങ്ങളാണ്. അത് ഞാൻ പറഞ്ഞു എന്നുള്ളതാണ്. കോടിയേരിയായിട്ട് പിന്നെ കുറച്ചുകൂടെ വ്യക്തിപരമായിട്ടുള്ള കോടിയേരിയായിട്ട് സംഘർഷം നടക്കുന്ന സമയത്തൊക്കെ ഞങ്ങൾ എപ്പോഴും തിരുവനന്തപുരത്ത് ഇങ്ങോട്ട് വരുമ്പോൾ വണ്ടിയിൽ വെച്ച് ഞങ്ങൾ സംസാരിക്കും ഓരോ പ്രശ്നങ്ങൾ. അപ്പോൾ ഓരോ വിഷയങ്ങൾ, ഓരോ ഗൗരവമുള്ള കാര്യങ്ങളുണ്ടാവും, ചിലത് പുറത്ത് പറയാൻ പറ്റാത്ത ഈ സംഘർഷവുമായിട്ട് ബന്ധപ്പെട്ട്, കൊലപാതകവുമായിട്ട് ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങളുണ്ട്. അത് പലതും ഈ രാഷ്ട്രീയമല്ല, പലതും ഓരോരോ താല്പര്യത്തിനനുസരിച്ച് പലരും ചെയ്തു കൂട്ടിയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ ഞങ്ങൾ തുറന്ന് സംസാരിക്കുമായിരുന്നു. അതുകൊണ്ട് കുറേ ഗുണമുണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അണികളെ കുറേ ബോധ്യപ്പെടുത്താനും നിയന്ത്രിക്കാനും ഒക്കെ അതുകൊണ്ട് സാധിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. VS അച്യുതാനന്ദനൊക്കെ മുഖ്യമന്ത്രിയായിരുന്ന കാലത്തൊക്കെ ആക്റ്റീവായിട്ട് BJPയുടെ ലീഡറായിട്ട് നിൽക്കുകയാണ്. അദ്ദേഹത്തെ എങ്ങനെയാണ് താങ്കൾ ഒരു നേതാവ് നിലയിൽ വിലയിരുത്തുക? ആദ്യകാലത്തൊക്കെ VS ഒരു പരുക്കനാണ് എന്നുള്ള ഒരു പൊതു വിചാരമുണ്ട്. പക്ഷേ ഞാൻ പിന്നീട് എനിക്ക് ബന്ധപ്പെടാൻ കഴിഞ്ഞ സമയത്തൊക്കെ ഈ പുറത്തുള്ള ഒരു പരുക്കനാണെന്ന് തോന്നൽ മാത്രമേ, അദ്ദേഹം നല്ല ആളാണ്, നല്ല രീതിയിൽ ഇടപെടാനും നല്ല ആളാണ്. ഒരിക്കലും ഞാൻ ഈ പ്രസിഡൻ്റായിരുന്ന സമയത്ത് ഒരു മാധ്യമപ്രവർത്തകൻ VS ജയിച്ച് വരണോ എന്താ എന്നുള്ള കാര്യം ചോദിച്ചപ്പോൾ ഞാൻ
പറഞ്ഞു VS പോലെയുള്ള ആളുകൾ കേരളത്തിൻ്റെ അസംബ്ലിയിൽ ഉണ്ടാവണം. അത് ഭയങ്കര വിമർശനമായി. അങ്ങനെ പറയാൻ പാടുണ്ടോ, ഇങ്ങനെ പറയാൻ പാടുണ്ടോ, അങ്ങനെയാണോ ഇങ്ങനെയാണോ, എനിക്കെതിരായിട്ടുള്ള വ്യക്തിപരമായ രൂക്ഷമായ വിമർശനം. ഞാൻ പറഞ്ഞത് VS പോലെയുള്ള പരിണതപ്രജ്ഞനായിട്ടുള്ള ഒരു സാമാജികൻ നമ്മുടെ അസംബ്ലിയിൽ ഉണ്ടാവണ്ടേ, അതല്ലേ വേണ്ടത്. അത് ഞാൻ പറഞ്ഞത് ശരിയാണ്. പക്ഷേ എനിക്ക് എന്നെ വിമർശിച്ചു കൊണ്ടിരുന്നതിൻ്റെ ഇടയിൽ എനിക്ക് വലിയൊരു സപ്പോർട്ട് വന്നത്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഭാസ്കർ റാവുജി സംഘത്തിൻ്റെ പ്രാന്തപ്രചാരകൻ, അദ്ദേഹം ഈ കാര്യത്തിൽ കൂടി ഞങ്ങളിങ്ങനെ ഒരുമിച്ച് സംസാരിക്കും. അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു. ഈ S ചന്ദ്രശേഖരല്ലേ, പഴയ പ്രധാനമന്ത്രി 6 വർഷം പ്രധാനമന്ത്രിയായിരുന്നു, കോൺഗ്രസ്സിലെ യുവതുർക്കിയായിരുന്നു. ഈ S ചന്ദ്രശേഖർ ബീഹാറിലാണ് മത്സരിക്കാറ്. അദ്ദേഹം മത്സരിക്കുമ്പോഴേ ജനസംഘത്തിൻ്റെ കാലം മുതൽ അവിടെ ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ ജനസംഘക്കാർ കൊടുക്കില്ല, ഇദ്ദേഹം ജയിച്ചോട്ടെ എന്നാണ്. S ചന്ദ്രശേഖർ ഒരു വ്യക്തിത്വമുള്ള ഒരു ആളാണ്, ഒരു ഗാന്ധിയനാണ്. എപ്പോഴും കണ്ടില്ലേ ഒരു കഥ ഇതുകൊണ്ട് താടി വെച്ച് വലിയ ആടയാഭരണങ്ങളൊന്നും അണിയാത്തൊരു വ്യക്തിയാണ് ഈ S ചന്ദ്രശേഖർ. അദ്ദേഹത്തിൻ്റെ ഇതാണ്. അദ്ദേഹം ജനതാ പാർട്ടിയുടെ ഓൾ ഇന്ത്യ പ്രസിഡൻ്റായിരുന്നു, പിന്നീട് 6 മാസം പ്രധാനമന്ത്രി. അപ്പോൾ ഈ ഭാസ്കർ റാവുജി ഈ കാര്യം ഇവരോട് പറയുകയാണ്, നിങ്ങൾ എങ്ങനെയാണ് വിമർശിക്കുക അദ്ദേഹത്തെ? ഇങ്ങനെ ഒരു രീതി S ചന്ദ്രശേഖരനെ അവിടെ ജയിപ്പിക്കാൻ വേണ്ടി തന്നെ ഒരു നാമമാത്രമായിട്ടുള്ള ഒരാളെ ഇടും, പിന്നെ സ്ഥാനാർത്ഥിയായിട്ട് ചന്ദ്രശേഖരൻ ജയിച്ചു വരും എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അങ്ങനെ ഞാൻ ഈ നമ്മുടെ VS കുറിച്ചിട്ട് ഇങ്ങനെ ഒരു അഭിപ്രായം നേരത്തെ പറഞ്ഞിരുന്നു. പിന്നെ ഇവിടെ നമ്മുടെ ഈ സംഘർഷം നടക്കുന്ന സമയത്തും അദ്ദേഹം സമാധാനം ഇതിന് വേണ്ടിയിട്ട് വന്ന സമയത്തൊക്കെ പിന്നെ സംസാരിക്കുകയാണ്. അദ്ദേഹം പേഴ്സണലായിട്ട് തന്നെ സംസാരിക്കും, പരിഹരിക്കാൻ വേണ്ടിയിട്ട് CPM നേതാക്കന്മാരെയും സംഘത്തിൻ്റെ നേതാക്കന്മാരെയും BJPയുടെ ആളുകളെയൊക്കെ ഞാൻ ഒരുമിച്ച് നേരത്തെ വിളിക്കും. ഈ മീറ്റിങ്ങിലേക്ക് പോകുന്നതിന് മുമ്പ് നേരിട്ട് വിളിച്ച് എന്നിട്ടൊരു നമ്മളത് അങ്ങനെ ഒരു ധാരണയിലെത്തിയിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള ആളാണ് പിന്നെ VS. പിന്നെ കേരളത്തിലെ ഇത്രയും 100 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ഒരു ചരിത്രമല്ലേ, അദ്ദേഹം ഒരു ചരിത്രമാണ്. കേരളം ഉണ്ടാകുന്നതിന് മുമ്പ് തുടങ്ങിയിട്ടുള്ള ഒരു രാഷ്ട്രീയ ഒരു ചരിത്രം, എത്രയോ അധ്യായങ്ങൾ കടന്നുപോയിട്ട് ഇന്ന് അദ്ദേഹം ഇവിടെ എത്തി നിൽക്കുകയാണ്. സംഘത്തിനകത്ത് CKPക്ക് ഏറ്റവും ആദ്യഘട്ടത്തിലൊക്കെ വലിയ ആദരവ് തോന്നിയിട്ടില്ല, എപ്പോഴും ഓർക്കുന്ന ഒരു നേതാവാരാണ്? സംഘത്തിനകത്ത് ഞാൻ ഓർക്കുന്നത് ഭാസ്കർ റാവുജിയാണ്. ഭാസ്കർ റാവുജി എന്ന് പറഞ്ഞൊരു സംഘപ്രചാരകനുണ്ടായിരുന്നു ഈ നമ്മുടെ കേരളത്തിൻ്റെ. അദ്ദേഹം നാഗപ്പൂരിൽ നിന്ന് വന്ന ആളാണ്. ഭാസ്കർ റാവു കള്ളമ്പി എന്നാണ് അദ്ദേഹം നാഗപ്പൂർ ആ പ്രദേശത്തുകാരനാണ്. പക്ഷേ ഇവിടെ വന്ന് മലയാളം പഠിച്ച് വളരെ നല്ലൊരു മനുഷ്യനാണ്, പരിശുദ്ധനായ ഒരു മനുഷ്യൻ. ഒരു കാരണവരെ പോലെ ആർക്കും എന്ത് പിന്നെ വിഷമങ്ങളുണ്ടെങ്കിലും സമീപിച്ച് പറയാനും അത് കേൾക്കാനും അതിന് പരിഹാരം ഉണ്ടാക്കാനും ഒക്കെ അങ്ങനെ ഒരു മാനുഷികമായിട്ട് വലിയ ഉന്നതമായ ഒരു മൂല്യമുള്ള ഒരാളായിരുന്നു അദ്ദേഹം. മനുഷ്യത്വം, അതിൻ്റെ ഒരു ആർദ്രത ഉണ്ടായിരുന്നു. ആർദ്രത എന്ന് പറയുന്നൊരു ഗുണമുണ്ടല്ലോ മനുഷ്യർക്ക്, അത് അങ്ങേയറ്റമുള്ള വ്യക്തിത്വമായിരുന്നു അദ്ദേഹത്തിൻ്റെത്, ഭാസ്കർ റാവുജിയുടേത്. മോദിയോട് അദ്വാനിയോടുള്ള അത്രക്ക് വ്യക്തിപരമായിട്ടുള്ള അടുപ്പുണ്ടാവില്ല എന്ന് തോന്നുന്നു അല്ലേ? എനിക്ക് അദ്വാനിജിയായിട്ടാണ് കൂടുതൽ അടുപ്പമുണ്ടായിരുന്നത്. അദ്വാനിജി ഓൾ ഇന്ത്യ പ്രസിഡൻറ്റും മറ്റായിരുന്ന സമയത്താണ് ഞാനിവിടെ സ്റ്റേറ്റ് പ്രസിഡൻ്റായിരുന്നു. ആ കാലത്തെ സംഘടനാ ബന്ധം ഉണ്ടാവും. അദ്വാനിജിയായിട്ട് നല്ല തരത്തിലുള്ള പിന്നെ ബന്ധമുണ്ടായിരുന്നു. അദ്ദേഹത്തിന് എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിന് അറിയാം, നമ്മൾ നന്നായിട്ട് അറിയാം. എപ്പോഴും കണ്ടാൽ എന്തൊക്കെയാണ് വിശേഷങ്ങൾ ചോദിക്കും. അങ്ങനെ ഒരു ഇതാണ്. മോദിയെ പ്രധാനമന്ത്രി എന്ന നിലയിൽ എങ്ങനെയാണ് വിലയിരുത്തുക എന്നുള്ളതൊരു സാധാരണ ചോദ്യമാണ്. മോദി ഒരു സംഘപ്രവർത്തകൻ എന്ന നിലക്ക് താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുക? അദ്ദേഹം വളരെ പിന്നെ ഒരു കരുത്തുറ്റ വ്യക്തിത്വമുള്ള ആളാണ് മോദി, വളരെ കരുത്തുറ്റ വ്യക്തിത്വം. പിന്നെ അദ്ദേഹത്തെ പോലെ ഇത്രയും അധ്വാനിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ശക്തി, കഴിവ് അത് അപാരമാണ്. കർമ്മശക്തി വളരെ അപാരമായിട്ട് ഉള്ള ഒരു വ്യക്തിത്വമാണ് മോഡിജിയുടെ. അദ്ദേഹം എത്ര മണിക്കൂറാണ് പ്രവർത്തിക്കുന്നത് നമുക്ക് പറയാൻ സാധിക്കില്ല. അങ്ങനെ പ്രവർത്തിക്കാൻ ആർക്കും സാധിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. BJPയുടെ ഭരണം തന്നെയായിരിക്കും അടുത്ത തവണയും വരിക എന്ന് വിചാരിക്കുന്ന ആളുകൾ, BJP പ്രവർത്തകർ വലിയ തോതിൽ ആഗ്രഹിക്കുകയും ഉറപ്പിച്ച് വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്. BJPക്ക് പുറത്തുള്ള ആളുകളും അങ്ങനെ തന്നെയായിരിക്കും ഒരുപക്ഷെ സംഭവിച്ചേക്കുക എന്ന് വിചാരിക്കുന്ന കുറേയേറെ ആളുകളുണ്ട്. പക്ഷേ പ്രതിപക്ഷം ശക്തമായിട്ട് അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. നോക്കൂ, അടുത്ത തവണ കൂടെ BJP വന്നാൽ രാജ്യത്തിൻ്റെ സ്വഭാവം, താങ്കൾ നേരത്തെ പറഞ്ഞാൽ പല പുതിയ കാര്യങ്ങളും ഉണ്ടാകുമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ രാജ്യത്തിൻ്റെ സ്വഭാവം ആകെപ്പാടെ മാറിയിട്ട് ഇതൊരു ഹിന്ദു രാഷ്ട്രമായിട്ട് മാറും, ഇതൊരു മതരാഷ്ട്രമായിട്ട് മാറും. പാകിസ്ഥാൻ ഇസ്ലാമിക രാഷ്ട്രമായതുപോലെ ഇതൊരു ഹിന്ദു രാഷ്ട്രമായിട്ട് മാറും. അതിൻ്റെ ദോഷങ്ങൾ ഉണ്ടാകുമെന്ന് വിചാരിച്ചാൽ അതെങ്ങനെയാണ് താങ്കൾ അതിനെക്കുറിച്ചിട്ട് വ്യക്തമായിട്ട് ഇപ്പം ഇവിടെ ഒരു പ്രചരണം നടക്കുന്നുണ്ട്. RSSൻ്റെ 100ാം വാർഷികം വരുമ്പോഴേക്ക് ഹിന്ദു രാഷ്ട്രമായി പ്രഖ്യാപിക്കുന്നു. അങ്ങനെ പ്രഖ്യാപിക്കേണ്ട ഒരു ആവശ്യവുമില്ല. ഇത് ഭാരതം ഒരു ഹിന്ദു രാഷ്ട്രമാണ്, ഇപ്പോഴും അതൊരു ഹിന്ദു രാഷ്ട്രമാണ്, നാളെയും അതൊരു ഹിന്ദു രാഷ്ട്രമായിരിക്കും.
ഞാൻ നേരത്തെ ഈ രാഷ്ട്രം എന്നുള്ളതിനെക്കുറിച്ച് ചില അടിസ്ഥാനപരമായ കാര്യം പറഞ്ഞില്ല. അത് ഇവിടുന്നാണ്. പക്ഷേ ഇത് ഹിന്ദു രാഷ്ട്രമാണ് എന്നുള്ളൊരു അവബോധം പല ആളുകൾക്കുമില്ല. ആ ഇല്ലാത്ത ആളുകൾക്ക് അത് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളൊരു പ്രവൃത്തി മാത്രമേ ഞങ്ങൾക്ക് ചെയ്യേണ്ടൂ. അതായത് ഇതൊരു മതേതര രാഷ്ട്രമായിട്ട് നമ്മുടെ ഭരണഘടന ഒക്കെ ഉണ്ടാക്കിയ ആളുകൾ നിർബന്ധിച്ച് വെച്ചിട്ട് ഇത് സെക്യുലർ രാജ്യമാണ്, എല്ലാ മതങ്ങൾക്കും എല്ലാ വിശ്വാസ പ്രമാണങ്ങൾക്കും ഒരുപോലെയുള്ള പ്രാധാന്യമുള്ളതെന്ന് പറയുന്നിടത്തിൽ നിങ്ങളിതിനെ ഭരണഘടന അവിടെ ഷോക്കേസിൽ വെച്ചുകൊണ്ട് നിങ്ങളിതിനെ ഒരു ഹിന്ദു എന്ന മതത്തിന് കൂടുതൽ പ്രാമുഖ്യമുള്ള രാജ്യമാക്കി മാറ്റുകയല്ലേ ചെയ്യുന്നത്? അത് ശരിയല്ല. ഒന്ന് ഹിന്ദു എന്ന് പറഞ്ഞൊരു മതമില്ല സർ. ഇപ്പോൾ ഇസ്ലാം മതം, ക്രിസ്തു മതം എന്ന് പറയുന്നത് പോലെ ഒരു മതമല്ല ഹിന്ദു. ഹിന്ദു ഒരു ജീവിത സമ്പ്രദായമാണ്, വേ ഓഫ് ലൈഫാണ് ഹിന്ദു എന്നുള്ളത്. അതുകൊണ്ട് ഹിന്ദു മതം എന്ന് പറയേണ്ട കാര്യമില്ല. മറ്റൊന്ന് ഇത് ഹിന്ദു എല്ലാ മതങ്ങളും അങ്ങനെ തന്നെയല്ലേ, വേ ഓഫ് ലൈഫ് അല്ലേ ഇസ്ലാം അതിൻ്റെ വേ ഓഫ് ലൈഫ്? അവർക്ക് അടിസ്ഥാനപരമായിട്ട് ഗ്രന്ഥമുണ്ട്, മതഗ്രന്ഥമുണ്ട്. ആ ഗ്രന്ഥത്തെ ആസ്പദമാക്കിയിട്ട് മാത്രമേ അവർ പ്രവർത്തിക്കാൻ പാടുള്ളൂ. ഇപ്പോൾ ഓരോ മതങ്ങൾക്ക് ഓരോ സ്വഭാവം. സ്വഭാവമല്ല ഈ ഹിന്ദു മതത്തിന് അപ്പോൾ ഹിന്ദു ഒരു മതമേ അല്ല എന്നാണ് താങ്കൾ പറയുന്നത്? ഹിന്ദു മതമല്ല, ഹിന്ദു മതമേ അല്ല. ഹിന്ദു മതം എന്ന് പിൽക്കാലത്ത് അത് സൗകര്യത്തിന് വേണ്ടി, പ്രായോഗികമായി വ്യാവഹാരികമായിട്ട് സൗകര്യത്തിന് വേണ്ടി അത് ഹിന്ദു മതം എന്ന് പറഞ്ഞതാണ്. ഹിന്ദു ഒരു അങ്ങനെയാണ്. ഹിന്ദുക്കൾക്ക് അനേകം ഗ്രന്ഥങ്ങൾ, അനേകം ആചാര്യന്മാർ, അനേകം ആരാധനാ സമ്പ്രദായങ്ങൾ, ഇങ്ങനെ ഇത്രയും ഒരു എന്താ പറയുക, ഒരു സ്വാതന്ത്ര്യം, പരമമായ സ്വാതന്ത്ര്യം ഉള്ള ഒരു ഒരു സമൂഹം, അതാണ് ഹിന്ദു. എന്നിട്ട് നിങ്ങൾ പറയാം ഇപ്പോൾ രാമനാണ് ഏറ്റവും പ്രധാനപ്പെട്ട ദൈവം, രാമൻ എല്ലാവരുടെയും ദൈവമാണ്, രാമക്ഷേത്രം എല്ലാവരുടെയും ക്ഷേത്രമാണ്, എല്ലാവർക്കും അക്ഷതം കൊടുക്കില്ല. ഞങ്ങളുടെ പലതരത്തിലുള്ള ബീഫ് കഴിക്കുന്ന ആളുകൾ ഞങ്ങൾ ഉപദ്രവിക്കുകയാണ്. അപ്പോൾ അനേക സംഗതികൾ ചേർന്നതാണ് ഹിന്ദുമതം എന്ന് CKP പറയുക. എന്നിട്ട് ബീഫ് കഴിക്കുന്ന ഹിന്ദുവിനെ അവിടെ കൊണ്ടുപോയി തല്ലുക. അതൊന്നും ഞങ്ങളുടെ പദ്ധതിയിൽപ്പെട്ടതല്ല. ഞങ്ങളുടെ പദ്ധതിയിൽപ്പെട്ടതേ അങ്ങനെയല്ല. അത് പാടില്ല എന്നുള്ള അഭിപ്രായമാണ്. കാരണം ഇസ്ലാം മതം, ഞാൻ ഒരു കാര്യം പറയാം, മുസ്ലിം മതം എന്ന് പറയുന്നത് ഇവിടുത്തെ നാട്ടിൽ, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ വളരെ പ്രബലമായ സമുദായമാണ്, വളരെ പ്രബുദ്ധമായൊരു സമുദായമാണ്. നമ്മുടെ സാമൂഹിക ജീവിതത്തിൽ വളരെ അമൂല്യമായ സംഭാവനകൾ നൽകിയിട്ടുള്ള ഒരു സമുദായമാണ് മുസ്ലിം സമുദായം. ആ സമുദായത്തെ നമ്മൾ ആ ഗൗരവത്തിൽ തന്നെ കാണുകയും അവരെ ആദരിക്കുകയും അംഗീകരിക്കുകയും വേണം. CKPയുടെ ആളുകൾ ചീത്ത വിളിക്കും ഇങ്ങനെ പറഞ്ഞാൽ ഇല്ല, അത് എങ്ങനെയാണെന്ന് ആളുകൾ അല്ല ചീത്ത വിളിക്കുകയാണ്. അതിനകത്ത് വരുന്നെന്താ പ്രശ്നം? അതിനകത്ത് ഇസ്ലാം പേരുള്ള വലിയ സൂപ്പർ താരങ്ങളെ പോലും പരിഹസിക്കുന്ന സംഭവങ്ങൾ കഴിഞ്ഞ ദിവസം പോലും നടക്കുകയാണ്. CKP അറിയാഞ്ഞിട്ടാണ്. CKP പറയുന്ന പോലെ ഒരു ഇസ്ലാം ഒരു വളരെ പ്രധാനപ്പെട്ട മതമാണ്, പ്രബുദ്ധമായ മതമാണ് എന്നൊക്കെ പറയുന്ന ആളുകളല്ല ഇപ്പോൾ നിങ്ങൾ നേരത്തെ എനിക്കറിയില്ല ഇപ്പോൾ സംഘടനയിലുള്ളത്. സോഷ്യൽ മാധ്യമങ്ങളിൽ കൂടി പല വ്യക്തികളും പല തെറ്റായ കാര്യങ്ങളും പ്രചരിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ ഒന്നും പിതൃത്വം ഏറ്റെടുക്കേണ്ട ആവശ്യം പക്ഷേ അത് ഞങ്ങൾക്കില്ല. അത് പക്ഷേ CKP ഇപ്പം മോഡി ആണെങ്കിലും അമിത്ഷാ ആണെങ്കിലും ഈ ഭരണകൂടം വന്നതിന് ശേഷം ഇസ്ലാം മതത്തിൽ വിശ്വസിക്കുന്ന ആളുകളെ ബേജാറാക്കുന്ന, അവരെ രണ്ടാംകിട പൗരന്മാരാക്കുന്ന എത്രയെത്ര സംഭവങ്ങളാണുള്ളത്. ഇപ്പോൾ തന്നെ ഒരു കാലത്തുമില്ലാത്ത വിധം ഈ സർക്കാർ രാമക്ഷേത്രം എന്ന് പറയുന്നൊരു പരിപാടി ഉദ്ഘാടനം ചെയ്യണം. മറ്റവർ അന്യവൽക്കരിക്കപ്പെട്ട് പോവുകയല്ലേ ചെയ്യുക. CKP പറയും എല്ലാവരും സന്തോഷിക്കട്ടെ, മുസ്ലിങ്ങളും സന്തോഷിക്കുന്നുണ്ടെന്നൊക്കെ പറയും. പക്ഷേ സത്യം എന്താണ് ആളുകളുടെ ഉള്ളിൽ CKPക്ക് അറിയാത്തതല്ല. എന്നേക്കാൾ എത്രയോ മുതിർന്ന എത്രയോ കാര്യങ്ങൾ അറിയാവുന്ന ആളാണ്. താങ്കളുടെ ഉള്ളിൽ അതറിയാം. നമ്മൾ ഈ രാമക്ഷേത്രവും ഈ മതേതരത്വവും തമ്മിലൊന്നും കൂട്ടിക്കെട്ടേണ്ട യാതൊരു ആവശ്യമില്ല. ഇതൊന്നും പരസ്പര വിരുദ്ധമായൊരു സംഭവമല്ല. ഇത് പറഞ്ഞ കാര്യങ്ങളൊന്നും ഇതെല്ലാം പരസ്പരം പൂരകമായിട്ടുള്ള കാര്യങ്ങളാണ്. പ്രശ്നം വരുന്നത് ഇസ്ലാമിൻ്റെ അകത്ത് കുറച്ച് ഈ 1400 വർഷം മുമ്പ് പ്രവാചകൻ എങ്ങനെയാണോ ജീവിച്ചത്, അതായത് പ്രവാചക ചര്യ എന്ന് പറയും, നബിചര്യ, അതുപോലെ തന്നെ പാടുള്ളൂ എന്ന് പറയുന്ന വളരെ കടുത്ത യാഥാസ്ഥിതികന്മാരായിട്ടുള്ള ആളുകളുണ്ട്. അവരുണ്ടാക്കുന്ന കുഴപ്പമാണ്. ബഹുഭൂരിപക്ഷം വരുന്ന മുസ്ലിം സമുദായം എന്ന് പറയുന്നത് അങ്ങനെയല്ല. അവർ വളരെ നല്ല ആളുകളും നന്നായിട്ട് അധ്വാനിക്കുന്നവരും നല്ല രീതിയിൽ കാഴ്ചപ്പാടുള്ളവരും നല്ല സൗഹൃദം പുലർത്തുന്നവരാണ് അവർ. എനിക്കൊരു യാതൊരു സംശയം അക്കാര്യത്തിലില്ല. എന്നെ സംബന്ധിച്ച് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം അതാണ്. എന്നാൽ ഒരു ട്വിസ്റ്റ് ഉണ്ടാക്കാനുള്ള ശ്രമമൊക്കെ നടക്കുന്നുണ്ടെന്ന് നിങ്ങൾക്കെതിരെയുള്ള ആക്ഷേപമൊക്കെ ഉണ്ട്. അതുപോട്ടെ. നമുക്ക് CKPയുടെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ചെഗുവേര ഇടക്കാലത്ത് വലിയ വിവാദമായത് ചെഗുവേരയാണ്. ചെഗുവേരയുടെ ആരാധകരാണോ ഇപ്പോഴും? അത് CKPയുടെ പ്രസ്ഥാനത്തിനകത്ത് എതിർപ്പിന് പാത്രമാക്കിയിട്ടില്ല. എന്താണെന്നറിയാതെ ഈ ചെഗുവേരയെ കുറിച്ചിട്ട് ഇപ്പോഴും ആരും കൃത്യമായി പഠിച്ചിട്ടില്ല. ചെഗുവേര എന്ന് പറയുന്നത് ഏണസ്റ്റ് ചെഗുവേര, എന്നാണ് പറയുക. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജീവിതം എന്ന് പറയുന്നത് അത്ഭുതകരമായ ഒരു വിപ്ലവ സൂര്യനാണ് ചെഗുവേര എന്ന് ഞാൻ ഇന്നും അദ്ദേഹത്തെക്കുറിച്ച് പഠിക്കാത്തതുകൊണ്ടാണ്. നിങ്ങൾ ഐക്യരാഷ്ട്രസഭയിലെ ചെഗുവേര പ്രസംഗിക്കാൻ വേണ്ടി പോകുന്ന ഒരു ചിത്രം നിങ്ങൾ നോക്കണം. ഐക്യരാഷ്ട്രസഭയിലേക്ക് അങ്ങോട്ട് പ്രവേശിക്കുമ്പോൾ അവിടെയുള്ള മുഴുവൻ ആളുകളും എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചിട്ടാണ് ചെഗുവേരയെ സ്വീകരിക്കുന്നത്. അദ്ദേഹം എന്താ മോശക്കാരനാണോ? അദ്ദേഹത്തെക്കുറിച്ച് ലോകം മുഴുവനും നല്ല ക്ലാസിക്കുകൾ, നല്ല സിനിമകൾ ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം ഈ ചൂഷണം അവസാനിപ്പിച്ച് ഒരു സ്ഥിതിസമത്വ സമുദായം ഉണ്ടാക്കാനുള്ള പോരാട്ടത്തിൻ്റെ ഇടയിൽ അദ്ദേഹം സ്വീകരിച്ച വഴിയെക്കുറിച്ചിട്ടാണ് അഭിപ്രായ വ്യത്യാസം. അത് സായുധ വിപ്ലവത്തിൻ്റെ വഴിയാണ് അദ്ദേഹം സ്വീകരിച്ചത്.
സായുധ വിപ്ലവത്തിൻ്റെ വഴി സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു സാധാരണ സംഭവമല്ല. അത് ഏത് സമയത്തും വെടിയുണ്ടകൾ നെറ്റിയിലേക്കോ നെഞ്ചിലേക്കോ തുളച്ചു കയറാൻ ഇടയുള്ള ഒരു വഴിയാണ് അദ്ദേഹം സ്വീകരിച്ചത്. ആ മനുഷ്യനെ നമ്മൾ അങ്ങനെ ചെറുതായി അദ്ദേഹം 6000 മൈൽ അദ്ദേഹം മോട്ടോർ സൈക്കിളിൽ യാത്ര ചെയ്തിട്ടുണ്ട്. 6000 മൈൽ. അതിനെന്തോ ഒരു പേരുണ്ട്, ഒരു പേരുണ്ടത്. അങ്ങനെ ഓരോ പ്രദേശത്തും പോയിട്ട് അവിടുത്തെ ജനങ്ങളുടെ ജീവിതം, അവിടുത്തെ പ്രശ്നങ്ങൾ അത് നേരിട്ട് കണ്ട് മനസ്സിലാക്കിയിട്ട് അതിന് മാറ്റം വരുത്താൻ വേണ്ടി അദ്ദേഹം സ്വീകരിച്ച വഴി സായുധ വിപ്ലവത്തിൻ്റെ വഴിയാണ്. ആ വഴിയിൽ അദ്ദേഹം നോക്കൂ, അദ്ദേഹം ക്യൂബയുടെ സെൻട്രൽ ബാങ്കിൻ്റെ പ്രസിഡൻ്റായി. സെൻട്രൽ ബാങ്കിൻ്റെ പ്രസിഡൻ്റ് എന്ന് പറഞ്ഞാൽ മന്ത്രിയേക്കാൾ ഉയർന്ന സ്ഥാനമാണ്. ആ സ്ഥാനത്തിരിക്കുന്ന സമയത്ത് അദ്ദേഹം നിരവധി വിദേശ സന്ദർശനം നടത്തിയിട്ടുണ്ട്. ഒരു രാഷ്ട്രത്തിൻ്റെ പ്രതിപുരുഷനെ സ്വീകരിക്കേണ്ട രീതിയിൽ പരവതാനി വിരിച്ച് അദ്ദേഹത്തെ സ്വീകരിക്കുകയും അദ്ദേഹവുമായിട്ട് ചർച്ച നടത്തുകയും ഒക്കെ ലോകരാഷ്ട്ര തലവന്മാർ ചെയ്തിട്ടുണ്ട്. പക്ഷേ അവിടെ ഇരിക്കുമ്പോഴാണ് അദ്ദേഹം പറയുന്നത്, ഞാൻ ഇതല്ല ചെയ്യേണ്ടത്. ബൊളീവിയൻ രാജ്യങ്ങൾ, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ അടിച്ചമർത്തപ്പെട്ട, ചൂഷണം ചെയ്യപ്പെട്ട ജനതയുടെ മോചനത്തിന് വേണ്ടിയിട്ട് എൻ്റെ വിപ്ലവം ഇനി എവിടെയായിരിക്കണം എന്ന് തിരിച്ചറിഞ്ഞിട്ട് അദ്ദേഹം ഒരു കത്ത് കാസ്ട്രോവിന് എഴുതി വെച്ചിട്ട് പോവുകയാണ് ഇവിടുത്തെ കാടുകളിലേക്ക്. ലോകത്തെവിടെയെങ്കിലും അങ്ങനെ ഒരാളെ കാണാൻ സാധിക്കും നിങ്ങൾക്ക്? അധികാരത്തിൻ്റെ സുഖ സൗകര്യങ്ങൾ, പരമമായിട്ടുള്ള വിപ്ലവം കഴിഞ്ഞിട്ട് മന്ത്രിസഭയിൽ വളരെ സമുന്നതമായ സ്ഥാനങ്ങൾ, വളരെ എവിടെ പോകുമ്പോഴും പരവതാനി വിരിച്ച് സ്വീകരിക്കുന്നു. രാജകീയമായ സൗകര്യങ്ങൾ, അധികാരത്തിൻ്റെ സുഖ സൗകര്യങ്ങളിൽ അങ്ങനെ മുഴുകാനുള്ള സൗകര്യം ഉണ്ടായിട്ട് അത് മുഴുവനും വലിച്ചെറിഞ്ഞ് ഒരു കത്തും എഴുതി വെച്ച് ബൊളീവിയൻ കാടുകളിലേക്ക് പോയിട്ട് വീണ്ടും ആയുധമെടുത്ത് ഈ അമേരിക്കൻ സാമ്രാജ്യത്തിനെതിരെ ചൂഷണം ചെയ്യപ്പെട്ട ജനവിഭാഗത്തിന് വേണ്ടി പോരാടി അവിടെ വീരവൃത്തി വരിച്ച ഒരാളെ നമുക്ക് എങ്ങനെ ആദരിക്കാതിരിക്കാൻ പറ്റും? അവിടെ CKP ഒരു വ്യത്യാസം എനിക്ക് തോന്നുന്നത്, അദ്ദേഹം ഒരു ഇൻ്റർനാഷണലിസ്റ്റാണ് എന്നതുകൊണ്ടല്ലേ അദ്ദേഹം സ്വന്തം രാജ്യം വിട്ട് അടുത്ത രാജ്യത്തേക്ക് പോയിട്ട് അവിടെ വേണ്ടി സമരം നടത്തിയത്. നിങ്ങൾ നാഷണലിസ്റ്റാണ്, നിങ്ങൾ നാഷണലിസമാണ് നിങ്ങളുടെ ഒരു പ്രത്യയശാസ്ത്രം. ആ വ്യത്യാസം പക്ഷേ CKPയെ അദ്ദേഹത്തെ എതിർക്കാൻ പ്രേരിപ്പിക്കുന്നു. നമ്മൾ ഒരു നാഷണലിസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് നിൽക്കാനൊരു അടിത്തറ വേണം. നമ്മുടെ പാദം നിൽക്കുന്ന ഒന്നാണ് നാഷണലിസ്റ്റ് എന്ന് പറയുന്നത്. പക്ഷേ നമ്മുടെ തലയും നമ്മുടെ കണ്ണുകളും നമ്മുടെ ചെവിയും നമ്മുടെ മറ്റ് ഇന്ദ്രിയങ്ങളുമൊക്കെ സാർവദേശീയമായിട്ട് ചിന്തിക്കുകയും അതിൻ്റെ ജനതയുടെ കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുന്നതായിരിക്കണം. നമ്മൾ നിൽക്കാനുള്ള ഒരു പാദമാണ് ഈ നാഷണലിസം എന്ന് പറയുന്നത്. നമുക്കൊന്ന് ഉറച്ചു നിൽക്കാനൊരു മണ്ണ് വേണം. നമുക്ക് കാല് ഉറപ്പിക്കാൻ കഴിയില്ലെങ്കിൽ പിന്നെ നമുക്ക് നമ്മുടെ അടിപതറി വീഴും. അതാണ് ചെഗുവേരയുടെ പ്രാധാന്യം. അതാണ് ചെഗുവേരയെ നിസ്സാരമായിട്ട് ഈ കുറച്ച് ആളുകൾ ഇതും ധരിച്ചത് അതുകൊണ്ട് കാര്യമില്ല. അദ്ദേഹത്തിൻ്റെ ആ ത്യാഗം ഉണ്ടല്ലോ, വിപ്ലവം, ആ നിലയിൽ അതിനെ കാണാൻ വേണ്ടിയിട്ട് തയ്യാറാണ്. ഒരുപാട് സമയമെടുത്തു. നമുക്കിത് അവസാന ഭാഗത്തേക്ക് പോകാം. CKPയുടെ പിതാവും മാതാവും കമ്മ്യൂണിസ്റ്റുകളായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വലിയ പ്രവർത്തകർ, നേതാക്കളൊക്കെ ആയിരുന്നു. ഇടക്കാലത്ത് എനിക്ക് ഓർമ്മയുള്ളത്, CKP ഞാൻ ഫോളോ ചെയ്യുന്നൊരു നേതാവാണ്. ഇടക്കാലത്ത് ഓർമ്മയുള്ള CKPയുടെ മകൾ SFIക്കാരിയായിരുന്നു എന്ന് CKP. അല്ല, അത് അങ്ങനെ SFIക്കാരി എന്ന് പറഞ്ഞാൽ അവർ SFIയുടെ ആളുകൾ മത്സരിക്കാൻ വേണ്ടി ഒരു പറ്റുമെന്നുള്ളത് ചോദിച്ചിരുന്നു. അങ്ങനെയാണത്. SFIയിൽ അങ്ങനെ സജീവ ആക്റ്റീവായിട്ടൊന്നും അങ്ങനെ മത്സരിച്ചോ? ഇല്ല, മത്സരിച്ചില്ല. അവിടെ വിവാഹമൊക്കെ കഴിഞ്ഞ് അങ്ങ് പോയി. അല്ല, അതൊരു ഊഹ ചോദ്യം CKPയോട് വന്ന് ചോദിച്ചിരുന്നെങ്കിൽ മത്സരിക്കട്ടെ എന്ന് ചോദിച്ചാൽ CKP എന്താ പറയുക? ഇല്ല, അതൊക്കെ ഉണ്ടല്ലോ, അത് ചോദ്യം അല്ല. അത് അവർക്ക് ഉള്ള സ്വാതന്ത്ര്യമാണ്. വ്യക്തികൾക്കുള്ള സ്വാതന്ത്ര്യത്തെ നമ്മൾ നിഷേധിക്കാനേ പാടില്ല. അത് ഏത് ബന്ധത്തിൽപ്പെട്ടവരായാലും പാടില്ല. അതാണ് എൻ്റെ അഭിപ്രായം. CKP എന്താ പുസ്തകങ്ങളൊക്കെ വായിക്കുക? എന്താ ഈ പറയുന്ന പാർട്ടി സാഹിത്യമായിരിക്കും? പാർട്ടി സാഹിത്യം ഇല്ല. എനിക്കിപ്പോൾ എനിക്ക് പുതിയ തലമുറയിലെ ആളുകളത് അധികം വായിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ ഇപ്പോൾ നമ്മുടെ കുറച്ചു കാലം മുമ്പാണ് സാവിത്രി റോയിയുടെ നെല്ലൊക്കെ വായിച്ചത്, ബംഗാളിലെ. പിന്നെ ഇപ്പോൾ പെരുമ്പടവൻ ശ്രീധരൻ്റെ ഒരു സങ്കീർത്തനം പോലെ എന്നുള്ളത് അതൊക്കെ പഴയ പുസ്തകങ്ങളാണ്. ഈ അടുത്ത കാലത്ത് പിന്നെ കുറേ പുസ്തകങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഈ ആത്മീയത പുസ്തകങ്ങളാണ്. വിവേകാനന്ദൻ്റെതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. വിവേകാനന്ദൻ്റെ സാഹിത്യ സർവസ്വം, വിവേകാനന്ദൻ്റെ ജീവചരിത്രം, അതാണ് ഏറ്റവും കൂടുതൽ ഇത് വരുന്നത്. പിന്നെ രാഷ്ട്രീയ ഇതിലേക്ക് വരുന്ന സമയത്ത് എനിക്ക് വളരെ ഇത് കിട്ടിയത് AKGയുടെ ആത്മകഥയാണ്. O രാജഗോപാലും CK പത്മനാഭനും, അങ്ങനെ രണ്ടുപേരാണ് BJPയുടെ ഏറ്റവും തലമുതിർന്ന നേതാക്കളായിട്ട് എപ്പോഴും ഓർമ്മയിൽ വരുന്നത്. പിന്നീട് PP മൂന്നൻ, മറ്റുള്ള ആളുകളൊക്കെ അങ്ങനെ അപ്പോഴില്ലല്ലോ. അപ്പോൾ രാജേട്ടനെ പറ്റിയിട്ട് എന്താ ഒരു ഓർമ്മയിലുള്ള? രാജേട്ടൻ ഞങ്ങളുടെയൊക്കെ ഗുരുനാഥനാണ്. രാജേട്ടൻ, ഞാൻ ജനസംഘത്തിൽ ചേർന്ന കാലം മുതലേ ജനസംഘത്തിൻ്റെ നേതൃത്വ പദവിയിൽ അദ്ദേഹമുണ്ട്. ഞങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും, എല്ലാ ഉപദേശങ്ങളും, അത് നൽകിയിട്ടുള്ള ആളാണ് രാജേട്ടൻ. ഇന്നിപ്പം നമ്മുടെ രാഷ്ട്രീയ രംഗത്ത് BJPയിലെ ഏറ്റവും തലമുതിർന്ന നേതാവ് കാരണവർ അത് രാജേട്ടനാണ്. അവസാനത്തെ ചോദ്യം, അതായത് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല? എവിടെയാണ് മത്സരിക്കുക? ഇല്ല, മത്സരിക്കില്ല. മത്സരിക്കുകയേ വേണ്ട. മത്സരിച്ചും മടുത്തു.
മത്സരിച്ച് മടുത്തിരിക്കുകയാണ്. ജയിക്കില്ലെങ്കിലും മത്സരിക്കുന്ന ഒരു രസമുള്ള കാര്യമല്ല. രസമൊക്കെയുള്ള കാര്യമാണ്, പക്ഷേ വലിയ ബുദ്ധിമുട്ടാണ്. പണ്ടത്തെ പോലെ ഞാൻ അതായത് മത്സരിക്കാൻ ആളില്ലാതിരുന്നൊരു കാലത്ത് മത്സരിച്ച ആളാണ് ഞാൻ. ഇപ്പോൾ മത്സരിക്കാൻ ഇഷ്ടംപോലെ ആളുണ്ട്. മത്സരിക്കാൻ വേണ്ടിയിട്ടുള്ള മത്സരങ്ങൾ നടക്കുന്നൊരു കാലമായത്. അതുകൊണ്ട് അതിലൊന്നും ഒരു താല്പര്യമില്ല. കുറച്ചും കൂടി നന്നായിട്ട് എനിക്ക് ഇപ്പം തോന്നുന്നത് നല്ല രീതിയിലുള്ള, ഞാൻ ഈ കഴിഞ്ഞ ദിവസം എവിടെ പോയി, ശ്രീനാരായണ ഗുരുദേവൻ തപസ് ചെയ്ത മരുത്താമലയിൽ പോയിട്ട് ആ ഗുഹയിൽ പോയിരുന്നു, പിള്ളത്തടം. ശരി. അത് കന്യാകുമാരിൻ്റെ അപ്പുറത്താണ്. 6 വർഷം 100 വർഷം മുമ്പ് ശ്രീനാരായണ ഗുരുദേവൻ 6 വർഷം തപസ് ചെയ്ത ഒരു ഗുഹയാണ് പിള്ളത്തടം. അത് ഞാൻ വായിച്ചു. ഞാൻ വെയ്യൂർ ജയിലിൽ കിടന്ന സമയത്ത് ഗുരുദേവനെക്കുറിച്ച് നന്നായി പഠിച്ചപ്പോൾ ഈ പിള്ളത്തടം എൻ്റെ മനസ്സിൽ തന്നെ തറഞ്ഞിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ വർഷം ഡിസംബർ മാസം 7-ാം തീയതി നേരെ പിള്ളത്തടം ഗുഹയിലേക്ക് പോയിട്ട് അവിടെ ഇരുന്നു. ആ ഗുഹയിൽ വളരെ വലിയ മലയാണ്, കയറാൻ പറ്റില്ല. ഇപ്പോൾ അത്തരം കാര്യങ്ങളാണ്. അല്ല, അത്തരം കാര്യങ്ങളിൽ രാഷ്ട്രീയം ഞാൻ വിട്ടിട്ടില്ല. രാഷ്ട്രീയത്തിൽ വളരെ സജീവമായിട്ട് തന്നെ ഉണ്ടാവും, അതൊന്നും വിട്ടിട്ടില്ല. പക്ഷേ ഈ ആത്മീയത ഉണ്ടെങ്കിൽ ഈ രാഷ്ട്രീയത്തിലെ ഈ മുള്ളുകൾ വരുമ്പോൾ നമുക്ക് മുള്ളുകളല്ലേ, ഓക്കെ, അങ്ങനെ മാറിപ്പോകാൻ സാധിക്കും. ആത്മീയത ഉണ്ടെങ്കിലുള്ള ഗുണതാണ്. എന്നാലും ടോട്ടലി നോക്കുമ്പോൾ ഒരു നിരാശ വരില്ലേ? ഇല്ല, നിരാശയില്ല. നിരാശ ഇടയ്ക്ക് നിരാശയുടെ ഒരു ചെറിയ വികാരം വരും, പക്ഷെ അത് ഞാൻ മായ്ച്ചു കളയും. ഈ ആത്മീയത കൊണ്ട് അത് നമ്മുടെ ഒരു ഇന്നർ ഒരു ആക്ടിവിറ്റി ഉണ്ട്, ഇന്നർ ആക്ടിവിറ്റി. ആ ഇന്നർ ആക്ടിവിറ്റിയിൽ കൂടി നമ്മളത് അത്തരം ദേഷ്യം, കോപം, അസൂയ ഇതൊക്കെ വരുമ്പോഴേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ വളരെ ഫ്രീ ആയിട്ട് ഇങ്ങനെ ജീവിച്ചു പോകണം, അതാണ്. എന്നാലും ഞാനാണ് ആ സ്ഥാനത്തെങ്കിൽ എനിക്ക് ഇപ്പോൾ ഉള്ള കാര്യങ്ങളോട് രോഷം വരും. അതായത് ഞങ്ങൾ ഇത്രയും കാലം ഇങ്ങനെ നിന്നു, പക്ഷേ ശക്തി വരുന്ന കാലമാകുമ്പോഴേക്ക്, ഒട്ടും ശക്തി ഉണ്ടാകുമെന്ന് കരുതാത്തൊരു കാലത്ത്, താങ്കൾ നേരത്തെ പറഞ്ഞല്ലോ, ഒട്ടും ശക്തി വരുന്ന കരുതാത്തൊരു കാലത്ത് ഈ സംഘത്തിലേക്ക് വന്നിട്ട് ഒരു കാലത്തും മാറപ്പോകാതെ നിന്നിട്ട് നമ്മൾ അവഗണിക്കപ്പെടുകയാണല്ലോ എന്ന് തോന്നൽ വരുമ്പോൾ രോഷം വരും. പക്ഷേ CKP ഒരിക്കലും അങ്ങനെയൊന്നും പറഞ്ഞു കേട്ടിട്ടില്ല. ഇല്ല, എനിക്കങ്ങനെ ഒരു രോഷം വരും, പക്ഷേ അത് പറയില്ല. ഇതിൽ വേറൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഈ പുതിയ തലമുറ ധാരാളം വരുന്നുണ്ട്. ആ പുതിയ തലമുറയെ നമ്മൾ അംഗീകരിക്കണം. എനിക്ക് നന്നായിട്ട് അറിയാം, എന്നേക്കാൾ കൂടുതൽ പുതിയ കാര്യങ്ങൾ, ഈ ഡിജിറ്റൽ യുഗത്തിൻ്റെ കാര്യങ്ങൾ വളരെ നന്നായിട്ട് അറിയുകയും അത് പ്രാവർത്തികമാക്കുകയും ചെയ്യാനുള്ള കഴിവുള്ള പുതിയ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളുടെ ഒരു യുഗമാണിത്. അവിടെ നമ്മൾ അവരെ അംഗീകരിക്കുക, അവർക്ക് വേണ്ടുന്ന പ്രാധാന്യം കൊടുക്കുക, അങ്ങനെ ചെയ്ത് കൊണ്ടുപോകണം. അല്ലാണ്ട് ഞാൻ പണ്ട് ഇങ്ങനെ, ഞാൻ ഈ 1997 മുതൽ 2003 വരെ 6 വർഷം വാജ്പേയി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന കാലം മൊത്തത്തിൽ ഞാൻ കേരളത്തിൻ്റെ പ്രസിഡൻ്റായിരുന്നു. അതെ. ഞാൻ ആ ഒരു ഓർമ്മയുടെ ഒരു ആ വേലിക്കെട്ടിൻ്റെ ഉള്ളിൽ നിന്ന് പോയാൽ ഞാൻ പോയി. ആ വേലിക്കെട്ട് പോയി, അത് കഴിഞ്ഞു പോയി. അന്നത്തെ ഇത് ഓർമ്മയും വെച്ചുകൊണ്ട് ഇന്ന് ഇങ്ങനെ അതിൻ്റെ ആവശ്യമില്ലെന്നേ. പുതിയ തലമുറ വരുന്നു, പഴയ തലമുറ പോകുന്നു, ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കണം. നമ്മൾ തന്നെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ആരാ പുതിയ വരിക? ഇത് മുന്നോട്ട് പോകണ്ടേ, അതാണ്. അവസാനത്തെ ചോദ്യം, കേരളം എന്നെങ്കിലും BJP കിട്ടുന്നു CKPക്ക് എപ്പോഴും തോന്നുന്നു? തീർച്ചയായിട്ടും ഞങ്ങളെല്ലാം ആഗ്രഹിക്കുന്നൊരു കാര്യമാണത്. ആഗ്രഹിക്കും, പക്ഷെ നടക്കില്ല. ഞങ്ങൾ മാത്രമല്ല, തീർച്ചയായിട്ടും എന്താ നടക്കാതെ. ഇപ്പോൾ ഇന്ത്യയിൽ ഞാൻ പറഞ്ഞില്ലേ, രാജ്യത്ത് ഞാൻ ജനസംഖ്യത്തിൽ ചേർന്ന് പ്രവർത്തിക്കുന്ന കാലത്ത് ഒരു പ്രതീക്ഷയുമില്ലാതിരുന്ന ഇത് മാറിയിട്ട് ഇന്ത്യയുടെ ഭരണം നമുക്ക് കിട്ടിയില്ലേ? അല്ല, സീരിയസ് ആയിട്ട് CKP, അതായത് ഇന്ത്യയിൽ ഈ ഹിന്ദുത്വ അടയാളങ്ങൾക്ക് ആളുകളുടെ മനസ്സിലുണ്ടായിരുന്നു. അത് കോൺഗ്രസ് ഒക്യുപ്പൈ ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. കോൺഗ്രസ് ക്ഷീണിച്ചപ്പോൾ BJPക്ക് വാങ്ങി. കേരളത്തിൽ പക്ഷേ അതല്ല, മതേതരമായിട്ടുള്ളൊരു മണ്ഡലം കേരളത്തിലുണ്ട്. അതാണ് ആളുകളുടെ വികാരമെന്ന് CKP സംസാരിക്കാൻ പോലും എനിക്ക് മനസ്സിലാവുന്നുണ്ട്. CKP ശ്രീനാരായണനെ കോട്ട് ചെയ്യുന്നു, CKP ഇസ്ലാമിനെ പറ്റി നല്ലത് പറയുന്നു. ആ നാട്ടിലേക്ക് എങ്ങനെയാണ് ഹിന്ദുത്വത്തിൻ്റെ അഗ്രസീവ് സ്വഭാവമുള്ള BJP വന്നു നിൽക്കുന്നത്? CKP അല്ല, അതേക്കുറിച്ചെല്ലാം ചോദിക്കുന്നത്, എങ്ങനെയാണ് ആ പ്രതീക്ഷ? അല്ല, അത് തീർച്ചയായിട്ടും ഈ കാലം മാറി വരുന്നതനുസരിച്ചിട്ട്. കാലം മാറി വരുന്നത് വെച്ചാൽ നമ്മളെല്ലാവരും മതപരമായിട്ടങ്ങ് ചുരുങ്ങും എന്നല്ലേ അർത്ഥം? ഇല്ല, മതപരമായിട്ട് ചുരുങ്ങലല്ല, അത് ദേശീയമായിട്ട് വളരുക. ഞാൻ അങ്ങനെയാണ് പറയുക. മതപരമായിട്ട് ചുരുങ്ങുമെന്ന് പറയുന്നതിന് പകരം നമ്മൾ ദേശീയപരമായിട്ട് കേരളം വളരുമ്പോൾ സ്വാഭാവികമായിട്ട് ഇത് വരും. പിന്നെ നമ്മൾക്ക് നല്ല ശുഭപ്രതീക്ഷ എല്ലാ കാര്യത്തിലും നല്ലതല്ലേ? അത്രയും ഒറ്റ ചോദ്യം, അതായത് ഇപ്പം ഈ രാമക്ഷേത്രമൊക്കെ വരുമ്പോൾ ഈ ഹിന്ദുത്വ സർക്കാർ കൂടുതൽ ശക്തി പ്രാപിച്ച് വരുമ്പോൾ കുറേയേറെ ഇതര മതസ്ഥർ വിഷമിക്കുമല്ലോ. അതായത് ഇതൊരു അഗ്രസീവായിട്ട് മതത്തെ കൊണ്ടു നടക്കുന്ന ഒരു സർക്കാരാണ് ഇവിടെ ഉള്ളത്, ഞങ്ങൾ രണ്ടാം കിടയായിരിക്കുകയാണ്, ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുമെന്നൊക്കെ ആ വ്യക്തിപരമായിട്ടുള്ള വൈഷമ്യങ്ങളെക്കുറിച്ച് ആലോചിക്കാറുണ്ടോ CKP? അങ്ങനെ അല്ല, തീർച്ചയായിട്ടും അങ്ങനെ ഒരു വിഷമം വരാൻ പാടില്ല. വിഷമം വരുന്നുണ്ടെങ്കിൽ അത് നമുക്ക് മോശമാണ്. കാരണം അത് നമ്മുടെ നാട്ടിലത്തെ ഈ നാനാജാതി മതസ്ഥരായ ജനങ്ങൾ, അവരുടെ ഒരു സൗഹൃദം, അതിനൊരു പരിക്ക് പറ്റുന്ന തരത്തിലുള്ള ഒരു കാര്യവും നമ്മുടെ രാജ്യം നടക്കാൻ പാടില്ല എന്ന് ഉറച്ച അഭിപ്രായമുള്ള വ്യക്തിയാണ്. കാരണം നമ്മുടെ ഈ സൗഹൃദമാണ് നമുക്ക് ഒരു ശക്തി പകരുന്നത്. നമ്മുടെ തൊട്ട അയൽവാസി വേറൊരു മതക്കാരനാണെന്നുള്ളതുകൊണ്ട് അവൻ നമ്മുടെ ശത്രുവായിട്ട് കാണാൻ പുറപ്പെട്ട് തീർന്നില്ലേ, നമ്മുടെ നാട് തീർന്നില്ലേ? പിന്നെ നമ്മുടെ ജീവിതത്തിന് അർത്ഥമുള്ളത് അവരെല്ലാം നമ്മുടെ കൂടെ ഒരുമിച്ച് കഴിയേണ്ടവരല്ലേ നമ്മൾ. എൻ്റെ പോളിസി അതാണ്, എൻ്റെ രീതി അതാണ്. അതിലൊന്നും യാതൊരു മാറ്റവും ഇല്ല. വളരെ നന്ദി. ഇത്രയും നേരം എഴുതുന്നത് വളരെ നന്ദി.